ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കുവാൻ ആരംഭിക്കാം. എല്ലാ കണ്ണുകളും സ്വർഗ്ഗത്തിങ്കിലേക്ക് തിരികട്ടെ. എല്ലാ കരങ്ങളും സ്വർഗ്ഗത്തിങ്കിലേക്ക്, എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പരിശുദ്ധനായ ദൈവത്തെ ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യത്തിലേക്ക് സ്വാഗതം ചെയ്യുവാൻ തക്കവണ്ണം ജനം ഒരുമിച്ച് ആരംഭിക്കട്ടെ. എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിച്ച്, എല്ലാ കരങ്ങളും ഓറിയാന്തറിയ ശിഖറിയാന്തമാനിയ, എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിച്ച്, എല്ലാ അധരങ്ങളും ചലിപ്പിച്ച്, അധരങ്ങൾ ചലിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അധരങ്ങൾ ചലിക്കട്ടെ. സ്തുതി സ്തോത്രങ്ങൾ ഉയരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സ്തുതി സ്തോത്രം ഉയരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഓറിയാന്തറിയ പ്രാണ കൂപ്പിടതാൻ ആസை, പ്രാണ കൂപ്പിടവാ അമ്മാണ കൂപ്പിടതാൻ ആസை, അമ്മാണ அப்பாண கூப்பிடவே உம்மை அம்மான கூப்பிடவே, அப்பாண கூப்பிடுவே உம்மை அம்மான கூப்பிடுவே, உம்மை அப்பாண கூப்பிடத்தான் ஆசை, உம்மை அம்பான கூப்பிடவா அம்மான கூப்பிடத்தான் ஆசை, உம்மை அம்மான கூப்பிடவா அப்பான கூப்பிடுவே உம்மை அம்மான கூப்பிடுவே, அப்பான கூப்பிடுவே உம்மை அம்மான கூப்பிடுவே, உம்மை அப்பான கூப்பிடத்தான் ஆசை, உம்மை அப்பான கூப்பிடவா விண்ணப்பத்தை கேட்குவதை பார்த்தால் உம்மை அம்மான கூப்பிடணும், தோளில் என்னை சுமப்பதை பார்த்தால் உம்மை அப்பான கூப்பிடணும், விண்ணப்பத்தை கேட்குவதை பார்த்தால் உம்மை அம்மான கூப்பிடணும், தோளில் என்னை சுமப்பதை பார்த்தால் உம்மை அப்பான கூப்பிடணும், என்னை ஆற்றுவதை தேற்றுவதை பார்த்தால் உம்மை அப்பான கூப்பிடணும், ஆற்றுவதை தேற்றுவதை பார்த்தாൽ. സ്വർഗത്തിലെ ദൈവം തന്റെ ഭക്തന്മാരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഒരുമിച്ച് ഒരിക്കൽ കൂടെ ഹല്ലേലൂയ, ശക്തിയോടെ ഹല്ലേലൂയ, ശക്തിയോടെ ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് തന്റെ രണ്ടാമത്തെ മിഷണറി യാത്രയിലാണ് ആദ്യമായി ദർബയിൽ വന്നെത്തിച്ചേരുവാൻ തക്കവണ്ണം ഇടയായത്. തന്റെ രണ്ടാമത്തെ മിഷണറി യാത്ര ആരംഭിക്കുന്നത് 16-ാമത്തെ അധ്യായം മുതലാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാമത്തെ അധ്യായം മുതലാണ് തന്റെ രണ്ടാമത്തെ മിഷണറി യാത്ര ആരംഭിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. തന്റെ രണ്ടാമത്തെ മിഷണറി യാത്രയിൽ ദർബെ എന്ന പട്ടണത്തിൽ കടന്നു വരുന്ന അപ്പോസ്തലൻ തിമോത്തി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടുമുട്ടുന്നു. യവന പ്രായത്തിൽ സ്വർഗത്തിലെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഈ ചെറുപ്പക്കാരൻ ഈ മനുഷ്യനോടൊപ്പം ചില കാലഘട്ടങ്ങളായിരുന്നപ്പോൾ ദൈവത്തിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം ഈ മനുഷ്യന് അവസരങ്ങൾ നൽകി കൊടുത്തു.
ആ കാലഘട്ടത്ത് അപ്പോസ്തലനായ പൗലോസ് തന്റെ രണ്ടാമത്തെ മിഷണറി യാത്ര ആരംഭിക്കുന്നതിന് മുൻപേ ചില ദിവസങ്ങൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിൽ ഈ മനുഷ്യൻ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ആരംഭിച്ചിരുന്നു. കാരണം മറ്റൊന്നല്ല, തന്റെ രണ്ടാമത്തെ മിഷണറി യാത്ര ഇവിടെയാണ് ആരംഭിക്കണമെന്നൊരു ചിന്താഗതി തന്റെ ഹൃദയത്തെ വല്ലാതെ ബാധിച്ചിരുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ ഹിതം എന്തെന്ന് മനസ്സിലാക്കുവാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദൈവത്തിന്റെ ഭക്തനോട് സ്വർഗത്തിലെ ദൈവം ഒരു ദർശനത്തിൽ ഇപ്രകാരം സംസാരിപ്പാൻ തക്കവണ്ണം ഇടയായി. അവന്റെ ദർശനത്തിൽ അവനൊരു മാസിഡോണിയക്കാരനായ ഒരു ചെറുപ്പക്കാരനെ കണ്ടുമുട്ടി. ആ മാസിഡോണിയക്കാരൻ ഇവനോട് പറഞ്ഞു, വി ആർ മാസിഡോണിയൻസ്, കം ഓവർ ടു us and help us. ഞങ്ങൾ മാസിഡോണിയക്കാരാണ്, ഞങ്ങളുടെ അടുക്കലേക്ക് വരിക, ഞങ്ങളെ സന്ദർശിക്കുക, ഞങ്ങളെ രക്ഷിപ്പാൻ തക്കവണ്ണം നിനക്ക് മനസ്സ് കാണിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ തന്റെ ദർശനത്തിൽ തനിക്ക് രണ്ടാമത്തെ മിഷണറി യാത്രകൾ മാസിഡോണിയ ചുറ്റും പ്രദേശങ്ങളാണെന്ന് മനസ്സിലാക്കിയ അപ്പോസ്തലൻ തന്റെ പ്രവർത്തന മേഖല ഏഷ്യ മൈനറിൽ നിന്നും പരിപൂർണമായി മാറ്റി ഈ മനുഷ്യൻ ഫിലിപ്പിയിലേക്ക് കടന്നു പോകുവാൻ തക്കവണ്ണം ഇടയാകുന്നു. അവിടെ വെച്ച് സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവ് അതിശക്തമായി തന്നോടൊപ്പം പ്രവർത്തിക്കുന്നത് കാണുവാൻ തക്കവണ്ണം ഇടയാകുകയാണ്. കരങ്ങൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരു യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ വെച്ച് ആദ്യമായി സ്വർഗത്തിലെ ദൈവത്തെ അംഗീകരിക്കുവാൻ തക്കവണ്ണം ഒരു സ്ത്രീക്ക് കഴിയുന്നത് ഈ മനുഷ്യന് അവിടെ വെച്ച് കാണുവാൻ സാധ്യമായി. തൻ്റെ രണ്ടാമത്തെ മിഷണറി യാത്രയിലാണ് തനിക്ക് ലൂക്കോസ് എന്ന് പറയുന്ന ഒരു ഫിഷുകാരനെ കണ്ടുമുട്ടുവാൻ ഇടയായത്. ഈ ലൂക്കോസ് എന്ന് പറയുന്ന ഫിഷുകാരൻ അപ്പോസ്തലനായ പൗലോസിന്റെ രണ്ടാമത്തെ മിഷണറി യാത്രയിൽ മാത്രമല്ല, മൂന്നാമത്തെ മിഷണറി യാത്രകളിലും തൻ്റെ ജീവിതത്തിലെ അവസാന നാളുകൾ വരെയും ഈ മനുഷ്യനോടൊപ്പം ഉണ്ടായിരിക്കുവാൻ തക്കവണ്ണം ഇടയായി. ഈ ലൂക്കോസ് എന്ന് പറയുന്ന ഫിഷുകാരൻ തൻ്റെ ജീവിതകാലയളവ് രണ്ട് ചരിത്ര പുസ്തകങ്ങൾ എഴുതുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവിനായിട്ട് വരുത്തപ്പെട്ടു. ഒന്നാമത്തെ ചരിത്ര പുസ്തകം നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ ലൂക്കോസിന്റെ സുവിശേഷം, രണ്ടാമത്തെ ചരിത്ര പുസ്തകം അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ. കരങ്ങളെ തൊട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഇന്ന് രാത്രിയിൽ അപ്പോസ്തലനായ അതേ പൗലോസും മറ്റും തന്റെ സുവിശേഷ പ്രയാണങ്ങളിൽ ശക്തിയായി പ്രയോജനപ്പെടുവാൻ ഉപയോഗിച്ചിരുന്ന ലൂക്കോസ് എന്ന് പറയുന്ന ഫിഷുകാരൻ എഴുതിയിരുന്ന രണ്ടാമത്തെ ചരിത്ര പുസ്തകമായ അപ്പോസ്തലന്മാരുടെ പ്രവർത്തികളുടെ പുസ്തകത്തിൽ നിന്നും ഇന്ന് രാത്രിയിൽ ചില കാര്യാദികൾ നാം ചിന്തിക്കുവാൻ തക്കവണ്ണം ദൈവാത്മാവിനാൽ താല്പര്യപ്പെടുകയാണ്. അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ. നമ്മുടെ വേദപുസ്തകം തുറക്കാം. ഒന്നാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് തിരിയാം. 1, 2, 3 വാക്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ താല്പര്യപ്പെടുന്നവർക്ക് വായിച്ചു കേൾപ്പിക്കാം. ദയവായി വേഗതയിൽ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ 1-ാം അധ്യായം അതിൻ്റെ 1, 2, 3 വാക്യങ്ങൾ. Until the day when he ascended, after he through the Holy Spirit had instructed and commanded the apostles whom he had chosen. താൻ ഉയർത്തപ്പെടുന്ന ആ നാൾ വരെയും തന്നോടൊപ്പമായിരുന്ന അപ്പോസ്തലന്മാരോട് പരിശുദ്ധാത്മാവിനാൽ താൻ അവർക്ക് ആവശ്യമായ ഇൻസ്ട്രക്ഷൻസ് നൽകിക്കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി. അക്കരങ്ങളെ തട്ടി ഒരിക്കൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. വളരെയധികം വിശാലമേറിയ അനുഗ്രഹപ്രദമായ വചനങ്ങളാൽ നിറയപ്പെട്ട അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ. ദൈവത്തിന്റെ വേല ചെയ്യുവാൻ താല്പര്യപ്പെടുന്ന ഏതൊരു വ്യക്തിയും തങ്ങളുടെ ജീവിതത്തിൽ അനവധി പ്രാവശ്യം വായിച്ചിരിക്കേണ്ട പുസ്തകം. 28 അധ്യായങ്ങൾ കൊണ്ട് നിറയപ്പെട്ട ഈ പുസ്തകത്തിന്റെ 1-ാമത്തെ അധ്യായം മുതൽ 28-ാമത്തെ അധ്യായം വരെ മനുഷ്യൻ കടന്നു ചെല്ലുവാൻ തക്കവണ്ണം ഇടയാകുമ്പോൾ അവന്റെ ജീവിതം പരിപൂർണമായി അനുഗ്രഹിക്കപ്പെടും എന്ന് പറയുന്നതിൽ യാതൊരു നിശ്ചയോക്തിയുമില്ല. ഒരു കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടൊരു മനുഷ്യൻ ദൈവത്തെ സ്തുതിക്കുന്നത് കാണുവാനാണ് നമുക്ക് ഈ പുസ്തകത്തിന്റെ അവസാനത്തെ താളുകളിൽ കാണുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. ഒരു മനുഷ്യന്റെ ദൈവികമായ പ്രവൃത്തികൾ എത്രമാത്രം ശക്തിപ്പെടുമോ അതിന്റെ പേരിൽ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തിയുടെ ആവശ്യകത അനിവാര്യമാണെന്ന് ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു കൂട്ടം വ്യക്തികൾ 120 പേർ ഒരുമിച്ച് ചേർന്നിരുന്നൊരു മാളിക മുറിക്കകത്തിരുന്നു കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഈ പുസ്തകത്തിന്റെ 1-ാമത്തെ അധ്യായം ആരംഭിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യൻ ആർക്കും അറിഞ്ഞുകൂടാത്ത ഒരു ജയിലറയ്ക്കകത്ത് കിടന്നുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിന്റെ രാജ്യം തന്റെ അടുക്കൽ കടന്നു വരുന്ന സകല മക്കളോടും പ്രസംഗിക്കുമ്പോൾ ഈ പുസ്തകത്തിന്റെ അവസാന താളുകൾ എത്തുകയാണ്. 120 പേർ ഒരുമിച്ച് കൂടി ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ 1:15. അവിടെ 120 പേർ ദൈവത്തെ സ്തുതിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുവാൻ ഇടയാകുകയാണ്. ഈ പുസ്തകത്തിൽ 28 അധ്യായങ്ങളും അനുഗ്രഹപ്രദമെന്ന് പറയുമ്പോൾ ഇതിന്റെ 1-ാമത്തെ അധ്യായത്തിൽ കർത്താവായ യേശു തന്റെ അന്ത്യകൽപ്പന നൽകി കൊടുക്കുകയാണ്. 2-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിന്റെ സഭ ഭൂമിയിൽ സ്ഥാപിതമാകുന്നു. 3-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിന്റെ സഭ ആദ്യത്തെ അത്ഭുതം കാണുവാൻ തക്കവണ്ണം ഇടയാകുന്നു. 4-ാമത്തെ അധ്യായത്തിൽ ദൈവസഭ പ്രതികൂലങ്ങളിലൂടെ കടന്നുപോകുന്നു. 5-ാമത്തെ
അധ്യായത്തിലേക്ക് നാം ചെന്നെത്തുമ്പോൾ ദൈവത്തിന്റെ സഭ ആദ്യമായി ഒരു ന്യായവിധി ദർശിക്കുവാൻ ഇടയാകുന്നു. 6-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിന്റെ സഭയുടെ പ്രശ്നത്തിന് പരിഹാരമായി ഒരു ജ്ഞാനം വിളിച്ചു പറയുവാൻ തക്കവണ്ണം ഇടവരുത്തപ്പെടുമ്പോൾ 7-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിന്റെ സഭ ആദ്യത്തെ രക്തസാക്ഷിയെ കാണുവാൻ ഇടയാകുകയാണ്. 8-ാമത്തെ അധ്യായത്തിൽ നാം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സമറിയയിൽ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കപ്പെടുന്നു. 9-ാമത്തെ അധ്യായത്തിൽ ഒരു സൗലിന്റെ മാനസാന്തരം, 10-ാമത്തെ അധ്യായത്തിൽ ഒരു കൊർന്നേലിയോസിന്റെ മാനസാന്തരം, 11-ാമത്തെ അധ്യായത്തിൽ ദൈവസഭ പിസിഡിയിൽ ചെന്നെത്തുന്നു. മാത്രമല്ല അത് അന്തോഖ്യയിൽ അതിശക്തമായി അത് വളരുവാൻ തക്കവണ്ണം ഇടയാകുന്നു. 12-ാമത്തെ അധ്യായത്തിൽ 2 ദൂതന്മാർ 2 വ്യത്യസ്ത വ്യക്തികളെ സ്പർശിക്കുവാൻ ഇടയാകുന്നു. സ്വർഗത്തിലെ ദൈവത്തിന് അനുകൂലമായി പ്രവർത്തിച്ച ഒരു വ്യക്തിയെ ദൈവത്തിന്റെ ദൂതൻ കാരാഗൃഹത്തിന്റെ ഉള്ളറകളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടവരുത്തപ്പെടുമ്പോൾ മറ്റൊരു വ്യക്തി ദൈവത്തിന് വിരോധമായി പ്രവർത്തിച്ചു. അവൻ പരിപൂർണമായി തകരപ്പെടുവാൻ ഇടവരുത്തപ്പെടുകയാണ്. 2 ദൂതന്മാർ 2 രീതിയിൽ 2 വ്യക്തികളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതാണ് 12-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. 13-ഉം 14-ഉം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസിന്റെ 1-ാമത്തെ മിഷണറി യാത്ര രേഖപ്പെടുത്തുമ്പോൾ 15-ാമത്തെ അധ്യായത്തിൽ സഭ അഭിമുഖീകരിക്കുന്ന പ്രശ്നവും അതിന് പരിപൂർണമായി നൽകി കൊടുക്കുന്ന ഒരു പരിഹാരവും നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. 16, 17, 18 അധ്യായങ്ങളിൽ 2-ാമത്തെ മിഷണറി യാത്രയെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ 19-ാമത്തെ അധ്യായത്തിലേക്ക് നാം ചെന്നെത്തുന്ന സമയം 3-ാമത്തെ മിഷണറി യാത്ര എഫേസസിൽ ശക്തിപ്പെടുകയാണ്. 20-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് തന്റെ കൺമുമ്പിൽ കടന്നു വന്നിരിക്കുന്ന 200-ലധികം ചെറുപ്പക്കാരുടെ മധ്യത്തിൽ ദൈവത്തിന്റെ വചനം ശക്തമായി മൈൽട്ടസ് എന്ന് പറയുന്ന ഒരു ചെറിയ പട്ടണത്തിൽ വെച്ച് പ്രസംഗിക്കുവാൻ ദൈവാത്മാവിനാൽ ഇടവരുത്തപ്പെടുന്നു. 21-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് അഗബാസിന്റെ പ്രവചനം, 22-ാമത്തെ അധ്യായത്തിൽ പ്രവചനത്തിനനുസൃതമായി ഈ മനുഷ്യൻ പരിപൂർണമായി ബന്ധിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാകുന്നു. 23-ാമത്തെ അധ്യായത്തിൽ ഈ മനുഷ്യൻ സൻഹെദ്രിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു. 24, 25, 26 ഫെസ്റ്റസ്, ഫെലിക്സ്, മാത്രമല്ല അഗ്രിപ്പ എന്ന് പറയുന്ന ഭൂലോക രാജാക്കന്മാരുടെ മധ്യത്തിൽ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുവാൻ ഈ മനുഷ്യന്റെ വിരക്തപ്പെടുകയാണ്. അത്തരത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒരുവന്റെ മേൽ വ്യാപരിക്കപ്പെടുവാൻ ഇടയായാൽ അവൻ ദൈവത്തിന്റെ വചനം ലോകത്തിലെ സകല ജാതികളുടെ മധ്യത്തിൽ പ്രസംഗിക്കുവാൻ തക്കവണ്ണം ഇടവരുത്തപ്പെടും എന്ന കാര്യത്തിന് യാതൊരു വിധമായ സംശയവുമില്ല. കരങ്ങളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. Praise the Lord. Hallelujah. ഒരുമിച്ച് hallelujah. ശക്തിയോടെ ഹല്ലേലൂയ. 27-ാമത്തെ അധ്യായത്തിൽ സീസറിന് അപ്പീൽ കൊടുക്കുന്ന അപ്പോസ്തലനായ പൗലോസ് റോമിലേക്ക് യാത്രയാകുന്നു. 28-ാമത്തെ അധ്യായത്തിൽ ഈ മനുഷ്യൻ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുകയാണ്. പ്രതികൂലങ്ങൾ തനിക്കൊരു പ്രശ്നമായി തീരുന്നില്ല. സകല പ്രതിബന്ധങ്ങൾ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നതിന് തനിക്ക് തടസ്സമായി തീരുന്നില്ല. സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തികളോടൊപ്പം ഉണ്ടാകുന്നുവെങ്കിൽ അവന്റെ പ്രശ്നത്തിന് പരിപൂർണമായി പരിഹാരം കൽപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവം മതിയായവനാണെന്ന് 28-ാമത്തെ അധ്യായം വായിക്കുന്ന ദൈവത്തിന്റെ പൈതങ്ങൾക്ക് കാണുവാൻ തക്കവണ്ണം മനസ്സിലാകും. കരങ്ങളെ തട്ടി ഒരിക്കൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. ശക്തിയോടെ ശക്തിയോടെ ശക്തിയോടെ. മറ്റൊരു വിഷയം പ്രസംഗിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെട്ടു വന്ന എൻ്റെ ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ ഇന്ന് രാത്രിയിൽ ഇതിൽ നിന്നും ചില കാര്യാദികൾ സംസാരിപ്പാൻ എന്നെ പ്രേരിപ്പിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു ചില വിടുതലുകൾ ഇന്ന് രാത്രി ഇവിടെ ആരംഭിക്കപ്പെടുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയേറിയ പകർച്ചയുടെ മണ്ഡലം ഇവിടെ വെളിപ്പെട്ട് വരികയാണ്. വിശ്വസിക്കുവാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രി തന്നെ നിങ്ങൾക്ക് ശക്തന്മാരായ ദൈവിക പ്രവർത്തകരായി തീരുവാൻ തക്കതായ നിലവാരത്തിൽ പരിശുദ്ധാത്മാവിടെ പ്രവർത്തിപ്പാൻ തക്കവണ്ണം വന്നിട്ടുണ്ട്. ആമേൻ. ശക്തിയോടെ ആമേൻ. ഒരുമിച്ച് ഹല്ലേലൂയ. ആ കരങ്ങളെ തട്ടി ഒരിക്കൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും നാം ഇന്ന് രാത്രിയിൽ ഒരുമിച്ച് ദേശത്തിന് വേണ്ടി அதை പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം ഒരുമിച്ച് കൂടി വന്നിരിക്കുമ്പോൾ ഈ ദേശത്തിന്റെ മേൽ വ്യാപരിക്കുന്ന സകല വാഴ്ചകൾ പരിപൂർണമായി ഇന്ന് രാത്രികാലം തകരപ്പെടുകയാണ്. ഞാൻ വിളിച്ചു പറയുന്ന ദേശത്തിന്റെ മേൽ വ്യാപരിക്കുന്ന സകല അന്ധകാര ശക്തികൾ, സകല ആഭിചാര ശക്തികൾ, സകല മാന്ത്രിക ശക്തികൾ പരിപൂർണമായി തച്ചുടച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രികാലം ഇവിടെ വെളിപ്പെട്ട് വരുന്നുണ്ട്. Praise the Lord. നാം ഇന്ന് രാത്രിയിൽ വായിച്ചു കേട്ടതുപോലെ യേശു ക്രിസ്തു തന്റെ അവസാനത്തെ നാളുകളിൽ തന്റെ ശിഷ്യന്മാരോടൊപ്പം ചില കാര്യാദികൾ പങ്കുവെക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുകയാണ്. നീണ്ട 33 വർഷ കാലഘട്ടം ഭൂമിയിൽ ശുശ്രൂഷ ചെയ്തവനായ കർത്താവ് തന്റെ അന്ത്യനാളുകളിൽ താൻ പരിപൂർണമായി തന്റെ ശുശ്രൂഷകന്മാരോട്, ശിഷ്യന്മാരോട് ദൈവത്തിന്റെ വചനത്തിൽ നിന്നും അനവധി കാര്യാദികൾ പഠിപ്പിച്ചിരുന്നു. താൻ മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. 40 പകൽക്കാലം തന്റെ ശിഷ്യന്മാരോടൊപ്പം താൻ ആയിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ട് യേശു ക്രിസ്തു അനവധി കാര്യാദികൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനിടയായി. ഒരിക്കലും യേശു സ്വന്തം ഹൃദയത്തിന്റെ ഇച്ഛകളിൽ നിന്നുമല്ല കാര്യാദികൾ സംസാരിക്കാനിടയായത്. യേശു പരിപൂർണമായി പരിശുദ്ധാത്മാവിന്റെ നിറവിലാണ് കാര്യാദികൾ സംസാരിക്കാനിടയായത്. നാം വന്നെത്തിച്ചേർന്നിരിക്കുന്നത് ഒരു പരിശുദ്ധാത്മാവിന്റെ കാലയളവുകളിലാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ഇവിടെ ശക്തമായി വെളിപ്പെടുകയാണ്.
അന്ധകാര ശക്തികൾ പരിപൂർണമായി തകരുകയാണ്. എനിക്കറിയാം അന്ത്യനാളുകളിൽ സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ പരിശുദ്ധനായ ദൈവം ഇന്ന് രാത്രിയിൽ അവൻ്റെ ആത്മാവിന്റെ ശക്തിയെ വെളിപ്പെടുത്തുവാൻ ഇന്ന് രാത്രികാലം ഇവിടെ വന്നിരിക്കുന്നു. വിശ്വസിക്കുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തുക, ശക്തിയോടെ അവനെ മഹത്വപ്പെടുത്തുക, ശക്തിയോടെ അവനെ മഹത്വപ്പെടുത്തുക. നാം ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അന്ധകാര ശക്തികൾ തകരുകയാണ്. Praise the Lord. Hallelujah. യേശു പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് തന്റെ ശിഷ്യന്മാർക്ക് ശക്തിയേറിയ ആലോചനകൾ നൽകി കൊടുക്കുവാൻ തക്കവണ്ണമിടയായി. ഇന്ന് രാത്രിയിൽ ഇവിടെ കൂടി വന്നിരിക്കുന്ന ഏറ്റവും കൂടുതൽ ജനം കർത്താവിനെ അറിഞ്ഞവരത്രേ. മാത്രമല്ല ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കതായ ഹൃദയ മനോഭാവം ഉള്ളവരത്രേ ഇന്ന് രാത്രികാലം ഇതിന്റെ കത്തായിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവരോട് വ്യക്തമായി വിളിച്ചു പറയുന്നു, പരിശുദ്ധാത്മാവാം ദൈവം മുഖാന്തരം യേശു ഇന്ന് രാത്രിയിൽ നിങ്ങളോട് സംസാരിപ്പാൻ ഇറങ്ങി വരികയാണ്. ഞാൻ അറിയുന്നുണ്ട് സ്വർഗീയ മണ്ഡലങ്ങൾ ഇവിടെ തുറക്കപ്പെട്ട് കഴിഞ്ഞു. ദൈവത്തിന്റെ ദൂതന്മാർ ഇവിടെ ഇറങ്ങി വന്നു കഴിഞ്ഞു. ആയിരക്കണക്കിന് ദൈവിക ദൂതന്മാർ ഞാൻ കണ്ണുകൾ കൊണ്ട് ദർശിക്കുകയാണ്. മാത്രമല്ല പരിശുദ്ധാത്മാവിന്റെ ശക്തിയേറിയ പ്രഭാവം ഇന്ന് രാത്രിയിൽ പകരുവാൻ പരിശുദ്ധൻ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. Praise the Lord. യേശു അവരോട് സംസാരിക്കുകയാണ്. അനവധി കാര്യാദികളാണ് യേശു അവരോട് സംസാരിച്ചത്. ദൈവരാജ്യത്തെക്കുറിച്ചാണ് യേശു വ്യക്തമായി പഠിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായത്. ഇതിന്റെ 1-ാമത്തെ അധ്യായം ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന കാര്യാദികൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് പോലെ ഇതിന്റെ അവസാനത്തെ അധ്യായത്തിലും ദൈവരാജ്യമാണ് ഇതിലെ പ്രധാന വിഷയം. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ മറ്റൊന്നല്ല, യേശുവിന്റെ ആത്മാവിപ്രകാരം പറഞ്ഞു. യേശു ഒരിക്കൽ പ്രകാരം പറഞ്ഞു, ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നുവല്ലോ. അർത്ഥത്തിൽ ദേശത്തിന്റെ മേൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തികൾ തകരുമ്പോൾ ദൈവത്തിന്റെ രാജ്യം ദേശത്തിന്റെ മേൽ വെളിപ്പെടുവാനിടയാകുകയാണ്. വ്യക്തികളുടെ ഹൃദയത്തിന്റെ മണ്ഡലങ്ങളിൽ മറഞ്ഞിരിക്കുന്ന പൈശാചിക ശക്തികൾ പരിപൂർണമായി തകരുമ്പോൾ ദൈവത്തിന്റെ രാജ്യം വ്യക്തികളിലും വെളിപ്പെടുവാനിടയാകുകയാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. Praise the Lord. Hallelujah. ഒരുമിച്ച് hallelujah. ശക്തിയോടെ hallelujah. യേശു അനവധി ഇൻസ്ട്രക്ഷൻസ് ആണ് തന്റെ ശിഷ്യന്മാർക്ക് നൽകി കൊടുത്തത്. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 18, 19 വാക്യങ്ങൾ. മാത്രമല്ല മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 16-ാം അധ്യായം അതിന്റെ 16, 17, 18 വാക്യങ്ങൾ. മാത്രമല്ല ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 52-ാമത്തെ വാക്യം. മാത്രമല്ല അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ അത് 1-ാം അധ്യായം 8-ാമത്തെ വാക്യം. ഇതിലെല്ലാം യേശു ക്രിസ്തു നൽകി കൊടുത്ത ഇൻസ്ട്രക്ഷൻസ് ആണ് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. യേശു തന്നെ ശിഷ്യന്മാരുടെ പ്രകാരം പറഞ്ഞിരുന്നു, അതെ ഭൂമിയിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും ദൈവത്തിന്റെ രാജ്യം പ്രസംഗിപ്പാൻ തക്കവണ്ണം ഇടയെ വരുത്തപ്പെടട്ടെ. യേശു ഇങ്ങനെയാണ് പറഞ്ഞത്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 18, 19 വാക്യങ്ങൾ. അതേ സകലയിടത്തും ചെന്ന് അതേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും എന്നെ ശിഷ്യരാക്കിക്കൊള്ളുവേൻ. ദൈവത്തിന്റെ ദിവ്യ ശക്തിയെ പകരുവാൻ അവന്റെ കരം വെളിപ്പെട്ട് നിൽക്കുകയാണ്. സകല അന്ധകാര മണ്ഡലങ്ങൾ തടസ്സമെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധർ അവയെ തകർക്കുവാൻ ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവവേദങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ രാജ്യം ദൈവത്തിന്റെ ജനത്തിന്റെ മധ്യത്തിൽ സ്ഥാപിതമാക്കപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയേറിയ പ്രഭാവം ജനത്തിന് ആവശ്യമാണ്. യേശു പറഞ്ഞ കാര്യം എങ്ങനെയാണ്? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തിയെ പ്രാപിക്കും. ആമേൻ. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നാം അന്യഭാഷ പറയുമെന്ന് മാത്രമല്ല, നാം ദൈവത്തിന്റെ അത്യന്ത ശക്തിയെ പ്രാപിപ്പാൻ തക്കവണ്ണം ഇടവരുത്തപ്പെടുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തിയെ പ്രാപിക്കും. ശക്തി പ്രാപിക്കും എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥമില്ല, അതിന് ഇത്രയേ അർത്ഥത്തിലുള്ളൂ. ദൈവത്തിന്റെ ശക്തി ശുശ്രൂഷകളെ ചെയ്തെടുക്കുവാൻ വ്യക്തികൾക്ക് സാധ്യമാകും. ഞാൻ വിളിച്ചു പറയുന്നത്, രാത്രികാലം ഇതിനകത്തിരിക്കുന്ന വ്യക്തികൾ രക്ഷിക്കപ്പെട്ടവരായാലും ശരി രക്ഷിക്കപ്പെടാത്തവരായാലും ശരി, അത്യുന്നതനായ സ്വർഗത്തിലെ ദൈവത്തിന്റെ ദിവ്യ ശക്തി ഇന്ന് രാത്രികാലം നിങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വ്യത്യസ്തരായി മാറ്റപ്പെടുകയാണ്. കാരണം സ്വർഗത്തിലെ ദൈവം മനുഷ്യനെ ഒരു സാധാരണക്കാരനായിട്ടല്ല സൃഷ്ടിച്ചത്. അസാധാരണക്കാരനായിട്ട് അത്രേ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുവാൻ തക്കവണ്ണം ഇടയായത്. എബ്രായർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 6 മുതൽ 7, 8 വാക്യങ്ങൾ വായിച്ചു നോക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 26, 27, 28 വാക്യങ്ങൾ. മാത്രമല്ല 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 15-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം. ഇവിടെയെല്ലാം നോക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരു സാധാരണ വ്യക്തിയായിട്ടല്ല. സ്വർഗത്തിലെ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുവാൻ തക്കവണ്ണം ഇടയായത് ഒരു അസാധാരണക്കാരനായിട്ട് അത്രേ. ദൈവത്തിന്റെ വചനം ഇപ്രകാരമാണ് രേഖപ്പെടുത്തുന്നത്. സ്വർഗത്തിലെ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിന്റെ സ്വരൂപ പ്രകാരം അവനെ സൃഷ്ടിപ്പാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ സ്വരൂപം എന്താണ്? എബ്രായർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തുന്നുണ്ട്. The Lord God Jesus is the express image of the Almighty God. യേശു ക്രിസ്തു സ്വർഗത്തിലെ ദൈവമായ യഹോവയുടെ പ്രതിച്ഛായ അത്രേ. ആമേൻ. ഒരുമിച്ച് ഹല്ലേലൂയ.
വചനം പഠിപ്പിക്കുന്നു, സ്വർഗത്തിലെ ദൈവം മനുഷ്യനെ തന്റെ സ്വരൂപപ്രകാരം ഉണ്ടാക്കുവാൻ തക്കവണ്ണം ഇടയായി. മാത്രമല്ല, ദൈവം അവന് സകലത്തിന്റെ മേലും അധികാരം നൽകി കൊടുത്തു. ആകാശത്തിലെ പർവ്വജാലങ്ങളുടെ മേൽ വാഴുവാൻ, ഭൂമിയിലെ സകല ഭൂചര ജന്തുക്കളുടെ മേൽ വാഴുവാൻ, സമുദ്രമാർഗത്തിൽ സഞ്ചരിക്കുന്ന സകല മത്സ്യങ്ങളുടെ മേൽ വാഴുവാൻ ദൈവം മനുഷ്യന് അധികാരം നൽകി കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി. അർത്ഥത്തിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ഒരു സാധാരണക്കാരനായി വസിക്കുവാനല്ല, അധികാരമുള്ളവനായി വാഴുവാൻ അത്രേ ദൈവം മനുഷ്യന് അധികാരം നൽകി കൊടുത്തത്. ആദിയിൽ മനുഷ്യന് സകലത്തിന്റെ മേലും അധികാരമുണ്ടായിരുന്നു. ആകാശത്തിലെ പറവകളുടെ മേൽ ഇവന് അധികാരം. മാത്രമല്ല, ഭൂമിയിലെ സകല ഭൂചര ജന്തുക്കളുടെ മേൽ ഇവന് അധികാരം. മാത്രമല്ല, ഇതാ സമുദ്രത്തിൽ പാഞ്ഞുകൊണ്ടിരിക്കുന്ന, ചലിച്ചുകൊണ്ടിരിക്കുന്ന സകല മത്സ്യങ്ങളുടെ മേൽ ഈ മനുഷ്യന് അധികാരം. പക്ഷെ ദൈവനീതിക്ക് മനുഷ്യൻ തെറ്റിപ്പോകുവാനിടയായി. ദൈവനീതിക്ക് മനുഷ്യൻ എപ്പോൾ തെറ്റിപ്പോകുവാനിടയായോ അവന്റെ മേൽ പകരപ്പെട്ടിരുന്ന ദൈവിക അഭിഷേകം, അവന്റെ മേൽ പകരപ്പെട്ടിരുന്ന ദൈവിക അധികാരം അവനെ വിട്ട് മാറ്റപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. കാരണം പൈശാചിക വ്യാപാരങ്ങൾ, വഞ്ചനാത്മകമായ പ്രേരകാത്മകമായ വാക്കുകളിലൂടെ മനുഷ്യനെ പരിപൂർണമായി വഞ്ചിപ്പാൻ തക്കവണ്ണം ഇടയായി. നമുക്കറിയാം, അത് ഏദൻ തോട്ടത്തിൽ വെച്ച് അത് പൈശാചിക വ്യാപാരങ്ങൾ, അത് ആദാമിനെ ഹവ്വയെയും പരിപൂർണമായി വഞ്ചനാപരമായ വാക്കുകളാൽ പഠിച്ച് ദൈവത്തിന്റെ മേൽ, അത് ദൈവം അവരുടെ മേൽ പകർന്നിരുന്ന ദൈവിക അഭിഷേകത്തെ പരിപൂർണമായി തട്ടിയെടുക്കുവാൻ തക്കവണ്ണം ഇടവരുത്തപ്പെട്ടു. സ്വർഗത്തിലെ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, സകലത്തിന്റെ മേലും വാഴുവാൻ ദൈവത്താൽ നിയന്ത്രിക്കപ്പെട്ട മനുഷ്യൻ, ഇവന് സകലത്തിന്റെ മേലും അധികാരം. ഇതാ ഭൂമിയിലെ സകല ഭൂചര ജന്തുക്കളുടെ മേൽ വാഴുവാൻ ഇവൻ അധികാരം. മാത്രമല്ല, ആകാശത്തിലെ സകല പർവ്വജാലങ്ങളുടെ മേൽ വാഴുവാൻ ഇവൻ അധികാരം. ഇതാ സമുദ്രത്തിലെ സകല മത്സ്യങ്ങളുടെ മേൽ വാഴുവാൻ ഇവൻ അധികാരം. മാത്രമല്ല, ഭൂമിയിൽ വാഴുവാൻ ദൈവം മനുഷ്യന് അധികാരം കൊടുത്തിരിക്കുകയാണ്. സകല അധികാരവും സിദ്ധിച്ചവനായ മനുഷ്യനെ പരിപൂർണമായി പൈശാചികൻ തന്റെ വഞ്ചനാപരമായ വാക്കുകളിലൂടെ തന്റെ സകല അധികാരവും തട്ടിയെടുക്കുവാൻ തക്കവണ്ണം ഇടയായി. പക്ഷെ സ്വർഗത്തിലെ ദൈവം ഒരിക്കലും ഇത് അനുവദിക്കുന്നില്ല. കാരണം ദൈവത്തിന്റെ സൃഷ്ടിയാണ് മനുഷ്യൻ, ദൈവത്തിന്റെ സൃഷ്ടിയാണ് ഈ ഭൂമി. ഭൂമിയുടെ മേലുള്ള സകല അധികാരവും പൈശാചികന്റെ മേലാകുവന്നത് സ്വർഗത്തിലെ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് യേശു എന്ത് ചെയ്തു? സ്വർഗത്തിലെ ദൈവം എന്ത് ചെയ്തു? തന്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കുവാൻ തക്കവണ്ണം ഇടയായി. ആമേൻ, പ്രൈസ് ദി ലോർഡ്. തന്റെ ഏകജാതനായ പുത്രൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം അവിടെ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേ പിശാചിന്റെ പ്രവൃത്തികളെ അടിപ്പാൻ തക്കവണ്ണം തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനാകുവാനിടയായി. ഞാൻ വിചാരിക്കുന്നത് പോലെ നമുക്കെതിരെ നിൽക്കുന്ന സകല പൈശാചിക ശക്തികളെ തകർക്കുവാൻ തന്നെയാണ് യേശു കടന്നു വന്നത്. നമ്മുടെ ജീവിതത്തിനെതിരെ നിൽക്കുന്ന സകല പൈശാചിക വ്യാപാരങ്ങൾ, നമ്മുടെ കുടുംബത്തിനെതിരെ നിൽക്കുന്ന സകല മാന്ത്രിക വ്യാപാരങ്ങൾ, യഥാർത്ഥത്തിൽ ദൈവ പൈതൽ ഇവയൊന്നും കണ്ട് ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം ഇവയെ തകർക്കുവാൻ തക്കവണ്ണം തന്നെയാണ് കർത്താവ് ഭൂമിയിൽ വെളിപ്പെട്ടത്. വേദപുസ്തകം ഇങ്ങനെ രേഖപ്പെടുത്തുന്നു, ജീസസ് ക്രൈസ്റ്റ് ഹാസ് മാനിഫെസ്റ്റഡ് ഇൻ ദിസ് earth to destroy the works of devil. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. അത് വിശ്വസിക്കുവാൻ കഴിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സത്യത്തിൽ യേശുക്രിസ്തു എന്താ ചെയ്യുന്നത്? അവൻ കാൽവരിയിൽ തന്റെ യാഗത്തിലൂടെ പിശാചിന്റെ സകല പ്രവൃത്തികളെയും തകർക്കുകയായിരുന്നു. കൊലോസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് രേഖപ്പെടുത്തുന്നത്, പിശാചിനെ യേശു പരസ്യ കാഴ്ചയാക്കി. മാത്രമല്ല, അവന്റെ മേൽ പകരപ്പെട്ടിരുന്ന സകല അധികാരവും യേശു തിരിച്ചു പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയായി. പിശാചിനെ ആയുധവർഗം വെച്ച് കീഴ്പ്പെടുത്തി. മാത്രമല്ല, അവനെ പരസ്യ കാഴ്ചയാക്കി. മനുഷ്യനെ വഞ്ചിച്ചു, മനുഷ്യനെ വഞ്ചനാപരമായ വാക്കുകളാൽ പറ്റിച്ചു. മനുഷ്യന്റെ മേൽ ദൈവം പകർന്നിരുന്ന സകല അധികാരത്തെയും തട്ടിയെടുത്ത പിശാചിനെ യേശു കാൽവരിയിൽ തകർക്കുവാനിടയായി. ആമേൻ, ആമേൻ. പിശാചിനെ യേശു കാൽവരിയിൽ തകർക്കുക മാത്രമല്ല, അവന്റെ ശരീരത്തിലൂടെ ചുരിഞ്ഞ രക്തം പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അവൻ കടന്നു ചെന്ന് ദൈവത്തിന്റെ സന്നിധിയിലെ കൃപാസനത്തിന് മുൻപാകെ അവയെ തൊളിച്ചിട്ട് സകല മനുഷ്യരെയും ഈ രക്തം കൊണ്ട് ഞാൻ വീണ്ടെടുത്തിരിക്കുന്നു എന്ന് യേശു പ്രഖ്യാപിച്ചു. യേശുവിന്റെ പ്രഖ്യാപനം അനുസരിച്ച് സകല മനുഷ്യരും, യേശുവിന്റെ പ്രഖ്യാപനം അനുസരിച്ച്, ദൈവത്തിന്റെ വചനം അനുസരിച്ച് ഭൂമിയിലെ സകല മനുഷ്യരും യേശുവിന്റെ രക്തത്താൽ വിടുവിക്കപ്പെടുകയാണ്. പക്ഷെ വേദപുസ്തകം അങ്ങനെ രേഖപ്പെടുത്തിയിട്ടും ഇന്നും മാനവജാതി പൈശാചിക ബന്ധനങ്ങൾക്കും രോഗങ്ങൾക്കും ശാപങ്ങൾക്കും അടിമപ്പെട്ട് ജീവിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ എപ്പോൾ മനുഷ്യൻ ദൈവനീതിക്ക് തെറ്റുവാൻ തക്കവണ്ണം ഇടയായോ അന്ന് മുതൽ മനുഷ്യന്റെ ഹൃദയത്തിൽ ഭയം ഉരുവാകുവാൻ തക്കവണ്ണം ഇടയായി. ഭയം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് പരിപൂർണമായി അകറ്റി. ദൈവത്തിന്റെ തേജസ്സുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും അവൻ പരിപൂർണമായി അകന്നുപോയി. പക്ഷെ ഇതാ യേശു മനുഷ്യനെ കാൽവരിയിലെ തിരു രക്തത്തിലൂടെ ദൈവവുമായിട്ട് അടുപ്പിക്കുവാൻ തക്കവണ്ണം ഇടയാകുകയാണ്.
യേശുവിന്റെ രക്തം സകല മാനവജാതിയുടെ പാപത്തെ പൊക്കെ ശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ടും മനുഷ്യൻ നിന്നും പ്രശ്നത്തിന്റെ മധ്യത്തിൽ, പ്രതികൂലത്തിന്റെ മധ്യത്തിൽ, രോഗത്തിന്റെ മധ്യത്തിൽ, ഭയത്തിന്റെ മധ്യത്തിൽ കിടക്കുവാൻ തക്കവണ്ണമുള്ള കാരണം എന്താണ്? മറ്റൊന്നല്ല, കർത്താവിന്റെ വചനം പറയുന്നത് വിശ്വസിക്കുവാൻ മനുഷ്യനിടയാകണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്വർഗ്ഗത്തിലെ ദൈവം കാൽവരിയിൽ തന്റെ സകല രക്തത്തിലൂടെ, തന്റെ ക്രൂശീകരണത്തിലൂടെ പിശാചിന്റെ പ്രവർത്തികളെ അഴിച്ചു എന്ന് വചനം രേഖപ്പെടുത്തുമ്പോൾ അത് വിശ്വസിപ്പാൻ എനിക്കിടയാകണം. വിശ്വസിപ്പാൻ തക്കവണ്ണം ആരെങ്കിലും തയ്യാറാകുന്നുവെങ്കിൽ അവന്റെ മേൽ ഉയരത്തിലെ ശക്തി പകരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം മതിയായവനാണ്. ആമേൻ. ഇന്ന് രാത്രികാലം അത് പകരുവാൻ യേശുവിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന സകല വ്യക്തികളുടെ മേലും ദൈവത്തിന്റെ ആത്മാവിനെ പകരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ ആത്മാവിനെ രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവരുടെ മേൽ അവൻ തന്റെ ശക്തിയെ പകരും. ഞാൻ പറഞ്ഞു വന്ന കാര്യം ഈ പ്രകാരമാണ്. യേശു കാൽവരിയിൽ സകല മാനവജാതിക്ക് വേണ്ടി സമ്പൂർണ്ണമായ വിടുതൽ നിവർത്തിച്ചിട്ടും മനുഷ്യൻ നിന്നും ബന്ധനത്തിൽ കിടക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നു. ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, നിങ്ങൾക്കാർക്കെങ്കിലും ഒരു 100 ഏക്കർ വസ്തു ഉണ്ടെന്ന് കരുതുക, അല്ലെങ്കിൽ നിങ്ങൾക്കാർക്കെങ്കിലും അത് ഏക്കർ കണക്കിന് വസ്തു ഉണ്ടെന്ന് കരുതുക. നിങ്ങളുടെ ഏക്കർ കണക്കുള്ള വസ്തുക്കളിൽ പലപ്പോഴും നിങ്ങൾക്ക് കടന്നു പോകുവാനോ അതിനകത്ത് ക്രയവിക്രയം നടത്തുവാനോ അസാധ്യമായി തീരുമ്പോൾ അതിനകത്ത് ചില കുടികിടപ്പുകാർ കടന്നു വരാറുണ്ട്. നിങ്ങളുടെ വസ്തുക്കൾ മുഴുവനും നിങ്ങളുടെ പൈതൽ എഴുതി കൊടുത്താലും പൈതൽ പരിപൂർണമായി തനിക്ക് ലഭ്യമായിരിക്കുന്ന വസ്തുവകകളെ കുറിച്ചുള്ള അറിവ് തനിക്ക് ശരിയായി ലഭ്യമാകാത്തിടത്തോളം കാലം ആ വസ്തുവിലേക്ക് പ്രവേശിക്കുവാനോ ആ വസ്തുവിനെ തിരിച്ചു പിടിക്കുവാനോ ഈ പൈതലിന് സാധ്യമാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരുമിച്ച് ഹല്ലേലൂയ. ശക്തിയുടെ ഹല്ലേലൂയ. സ്വർഗ്ഗത്തിലെ പിതാവായ ദൈവം തന്റെ പൈതങ്ങൾക്ക് സകല അധികാരവും നൽകി കൊടുത്തിരിക്കുകയാണ്. പക്ഷെ മനുഷ്യന്റെ പാപം ദൈവത്തിന്റെ അധികാരത്തെ അവനിൽ നിന്ന് പരിപൂർണമായി തൊട്ടി മാറ്റി. പക്ഷെ യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു, മനുഷ്യന് ആ അധികാരം തിരിച്ചു കൊടുക്കുകയാണ്. പക്ഷെ അത് വിശ്വസിക്കുവാൻ മനുഷ്യൻ എപ്പോഴാണോ സാധ്യമാകുന്നത് അപ്പോഴാണ് അവൻ അധികാരം പ്രാപിച്ചെടുക്കുവാൻ കഴിയുന്നത്. എന്റെ പൈതലിന് ഞാൻ നൽകി കൊടുക്കുന്ന വസ്തുവകകളുടെ മേൽ അവൻ അവകാശം ഉണ്ടാകണമെങ്കിൽ ഞാൻ അവൻ ഇത്ര ഏക്കർ വസ്തു നൽകിക്കൊടുത്തു എന്നുള്ള ആ രേഖാപത്രം അവൻ കാണുവാൻ തക്കവണ്ണം ഇടയാകണം. എന്റെ പൈതൽ രേഖാപത്രം പരിപൂർണമായി കണ്ട് രേഖാപത്രത്തിനകത്ത് എഴുതിയിരിക്കുന്ന സകല കാര്യാദികളും പരിപൂർണമായി തന്റെ അപ്പന്റെ വസ്തുവകകൾ എവിടെ കിടക്കുന്നുവോ അവിടേക്ക് കടന്നു ചെന്ന് അതിനകത്ത് കുടികിടക്കുന്ന വ്യക്തിയെ പരിപൂർണമായി അടിച്ചു പുറത്താക്കിയിട്ട് അതിനകത്ത് അവൻ പ്രവേശിക്കുവാൻ തക്കവണ്ണം കഴിയുമ്പോഴേ അവൻ ആ വസ്തുവിന്മേൽ പരിപൂർണമായ അധികാരം സിദ്ധിക്കുന്നുള്ളൂ. ആമേൻ. യേശു കാൽവരിയിൽ മാനവജാതിക്ക് വേണ്ടി സമ്പൂർണമായ വിടുതൽ നിവർത്തിച്ചിട്ടും ഇന്ന് മനുഷ്യൻ പിശാചിന്റെ പിടിയിൽ കിടക്കുകയാണ്, ശാപത്തിന്റെ പിടിയിൽ കിടക്കുകയാണ്, അന്ധകാരത്തിന്റെ പിടിയിൽ കിടക്കുകയാണ്. കാരണമെന്ത്? ഒന്ന്, മനുഷ്യൻ വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കണം? യേശു എനിക്ക് വേണ്ടി കാൽവരിയിൽ തകർന്നത് എന്റെ സകല പ്രശ്നങ്ങൾ മാറ്റപ്പെടുവാനാണ്. എന്റെ യേശു എനിക്ക് വേണ്ടി കാൽവരിയിൽ രക്തം ചൊരിഞ്ഞത് എന്റെ സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിക്കുവാനാണ്. ഈ വിശ്വാസം എപ്പോൾ വ്യക്തിയുടെ മേൽ കടന്നു വരുമോ അപ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ ശക്തി അവന്റെ മേൽ ഇറങ്ങി വരുവാൻ ഇടയാകുകയാണ്. ദൈവത്തിന്റെ ദിവ്യശക്തി വ്യക്തികളുടെ മേൽ വ്യാപരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പിശാച് അവന്റെ മുമ്പിൽ ഒരിക്കലും നിൽക്കത്തില്ല. കാരണം വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, യഹോവ എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറുകയാണ്. ഇന്ന് രാത്രി ഈ കാലങ്ങൾ വിളിച്ചു പറയുന്നു, ഇതിനകത്ത് വെളിപ്പെടുന്ന സകല അന്ധകാര ശക്തികൾ ഇതിനകത്ത് ചിതറി തുടങ്ങുകയാണ്. കാരണം സ്വർഗ്ഗത്തിലെ ദൈവം ഇതിനകത്ത് വന്നിരിക്കുന്നു. വിശ്വസിക്കുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തുക, വിശ്വസിക്കുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തുക, വിശ്വസിക്കുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തുക, വിശ്വസിക്കുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തുക, വിശ്വസിക്കുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഞാൻ 4-ലും 5-ലും 6-ലും ഈ കൊല്ലം പട്ടണത്തിലാണ് ഞാൻ പഠിക്കുവാൻ തക്കവണ്ണം ഇടയായത്. അന്ന് ഈ പട്ടണത്തിന്റെ മധ്യ ഞാൻ പഠിക്കുവാൻ തക്കവണ്ണം ഇടയായപ്പോൾ ഒരിക്കലും ഈ സ്റ്റേജിലോ ഈ ദേശത്തിലോ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുവാൻ തക്കവണ്ണം കഴിയുമെന്ന് ഞാൻ വിചാരിച്ചവനല്ല. കാരണം എൻ്റെ അപ്പന് ഈ ദൈവത്തിൽ ഒരിക്കലും വിശ്വാസമില്ലായിരുന്നു. ആരെങ്കിലും യേശുവിനെ കുറിച്ച് എൻ്റെ അപ്പനോട് പറയുവാൻ തക്കവണ്ണം ഇടയായാൽ എൻ്റെ അപ്പൻ പറയും, യേശു എന്ന് പറഞ്ഞാൽ ഷൂവാണ്, അവനൊരു വ്യഭിചാരപുത്രനാണ്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്, എൻ്റെ അപ്പൻ ഏതു സ്റ്റേജിലാണോ ആദ്യമായി കയറുന്ന യേശു ദൈവമല്ലെന്ന് പ്രസ്താവിച്ചുവോ ആ സ്റ്റേജിൽ കയറി നിന്ന് ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം എൻ്റെ ജീവിതത്തിൽ അവസരമൊരുക്കി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ മറ്റൊന്നല്ല പറയുന്നത്, പ്രതികൂലം നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ
നിന്നെ പ്രതികൂലത്തിന്റെ മധ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന സകല അന്ധകാര ശക്തികളുടെ കൺമുമ്പിൽ സ്വർഗത്തിലെ ദൈവം നിന്നെ പിടിച്ചു നിർത്തി മാനിക്കുന്ന ദൈവമാണ് എൻ്റെ ദൈവം. ആമേൻ, ഹല്ലേലൂയ. അനേകരെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുള്ള എൻ്റെ അപ്പൻ തന്റെ ജീവിതത്തിൽ കർത്താവിനെ കണ്ടുമുട്ടുവാൻ തനിക്കിടയായില്ല. പക്ഷെ യേശുവിനെ കുറിച്ച് എൻ്റെ അപ്പൻ തള്ളിപ്പറഞ്ഞുവെങ്കിൽ, യേശുവിനെ തള്ളിപ്പറഞ്ഞ എൻ്റെ അപ്പന്റെ ഈ മകൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുവാൻ ദൈവം ഇടയാക്കി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശൗൽ ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായി നിന്നു. പക്ഷെ വിരുദ്ധമായി നിന്നവനെ ദൈവത്തിന്റെ വചനം പ്രസംഗിപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവം കരം നീട്ടി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിലൂടെ കടന്നു വരുന്ന സകല പ്രതികൂലത്തിന്റെ മണ്ഡലങ്ങളെ പരിപൂർണമായി തച്ചുടച്ച് ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ പന്ഥാവുകളിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ആമേൻ. എൻ്റെ ഓർമ്മയിൽ ഒരിക്കൽ പോലും എൻ്റെ പിതാവ് ദൈവത്തിന്റെ വചനത്തിന് അനുസൃതമായി നിന്നിട്ടില്ല. എൻ്റെ അപ്പനെ പോലെ പാപത്തിന്റെ വഴികളിലേക്ക് കടന്നു പോകുവാൻ ഞങ്ങളെ എൻ്റെ അപ്പൻ പ്രേരിപ്പിച്ചിരുന്നു. ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കുവാൻ എൻ്റെ അപ്പൻ ഒരിക്കലും താല്പര്യപ്പെട്ടിരുന്നില്ല. രാത്രി മുഴുവനും പഠിക്കുന്ന എൻ്റെ അപ്പൻ, നല്ലവണ്ണം പഠിക്കുന്നവനായ അപ്പനെ കണ്ടുകൊണ്ട് ഞാനും പഠിക്കുവാൻ തക്കവണ്ണം ആരംഭിച്ചു. എൻ്റെ ഹൃദയത്തിലകത്ത് ഒരൊറ്റ ചിന്തയുണ്ടായിരുന്നുള്ളൂ, അപ്പൻ രാത്രി നല്ലവണ്ണം പഠിക്കുന്നവനാ. രാത്രി 10 മണിക്ക് എൻ്റെ അപ്പൻ ന്യായവിധികൾ തയ്യാറാക്കുവാൻ തക്കവണ്ണം തന്നെ മുറിക്കകത്ത് കയറുന്നു. പിറ്റേന്ന് 4 മണി വരെ താൻ നല്ലവണ്ണം പഠിക്കുന്നു, എല്ലാ ന്യായവിധികളും താൻ തയ്യാറാക്കുന്നു. അത് കണ്ട് പറഞ്ഞ എനിക്കുമുണ്ടായി രാത്രി മുഴുവനും പഠിക്കുക. ആമേൻ. ദൈവത്തെ കണ്ടുമുട്ടുവാൻ പക്ഷേ ആ നാളുകളിൽ എനിക്കിടയായില്ല. ജീവിതത്തിന്റെ മധ്യത്തിൽ ദൈവത്തുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത എൻ്റെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ നിരാശയും വേദനയും പരിപൂർണമായി തടിച്ചുകൊണ്ടുവാൻ ഇടയായി. എൻ്റെ ഹൃദയത്തിലകത്ത് ശൂന്യത തള്ളം കിട്ടി. രക്ഷപ്പെടുവാൻ തക്കവണ്ണം എനിക്ക് കഴിയത്തില്ലെന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചു. കുടുംബത്തിനകത്തുള്ള പ്രശ്നങ്ങൾ, ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത നിലവാരങ്ങളിൽ എനിക്കെതിരെ കടന്നു വരുന്ന പ്രശ്നങ്ങൾ, ഞാൻ എൻ്റെ മുറിക്കകത്ത് എൻ്റെ മെത്തയിൽ അല്ലെങ്കിൽ എൻ്റെ തലയിണയിൽ എൻ്റെ മുഖം പരിപൂർണമായി അമർത്തി പിടിച്ച് പൊട്ടിക്കരഞ്ഞു. പലപ്പോഴും ഞാൻ ചോദിച്ചു, ദൈവമുണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവിതം എങ്ങനെയാകുവാൻ തക്കവണ്ണം ഇടവരുത്തപ്പെടുമോ? സ്വർഗത്തിലെ ദൈവം എന്നൊരുവനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം മടങ്ങി വരത്തില്ലയോ? ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. 1989 ഫെബ്രുവരി മാസം 26 തിരുവനന്തപുരത്തെ പുത്തരിക്കണ്ട മൈതാനിയിൽ അതിശക്തനായ ഒരു ദൈവത്തിന്റെ ദാസൻ പ്രസംഗിക്കുവാൻ തക്കവണ്ണം വന്നിരിക്കുകയാണ്. ആ ഗ്രൗണ്ട് മുഴുവൻ ജനത്തെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. 45,000-ലധികം ജനത്തിന് ഒരുമിച്ച് കൂടിയിരിക്കുവാൻ തക്കവണ്ണം കഴിയുന്ന പുത്തരിക്കണ്ട മൈതാനിയിൽ അന്ന് ഗ്രൗണ്ട് മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. ആ മനുഷ്യൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനം ഈ മനുഷ്യൻ വിളിച്ചു പറയുന്നുണ്ട്. ഇയാൾ പറഞ്ഞ പ്രസംഗമൊന്നും എന്നെ സ്പർശിച്ചില്ല, ഇയാൾ പറഞ്ഞ വാക്കൊന്നും എന്നെ തൊട്ടില്ല, ഇയാൾ എന്തൊക്കെയോ പ്രസംഗിക്കുന്നു എന്ന് ഞാൻ ചിന്തിച്ചത്. കാരണം എന്നെ കൊണ്ടുവന്ന വ്യക്തി എന്നോട് പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്ന കാണുവാൻ നിനക്കെന്ന് കഴിയും. എനിക്ക് ആകമാനം ചിരിയായിരുന്നു. കാരണം ഒരിക്കലും യേശുവിൽ വിശ്വസിക്കുവാനോ യേശുവിന്റെ വചനപ്രകാരം ജീവിക്കുവാനോ എൻ്റെ ഹൃദയത്തിനകത്ത് താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് രാത്രിയിൽ അത് തടിച്ചുകൂടിയിരിക്കുന്ന ജനക്കൂട്ടത്തിന്റെ മധ്യത്തിൽ പ്രസംഗിക്കുവാൻ എഴുന്നേറ്റ് വന്ന ദൈവത്തിന്റെ ദാസൻ പ്രസംഗിച്ച വാക്കുകളിലെ ഹൃദയത്തെ സ്പർശിച്ചില്ലെങ്കിലും ആ മനുഷ്യന്റെ പ്രസംഗത്തിന് ശേഷം ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഞാൻ രാത്രി ഈ ജനത്തിനായി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം പോകുകയാണ്. സകല ജനങ്ങളും എഴുന്നേറ്റു, എല്ലാവരും കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു. ഈ മനുഷ്യർ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം തുടങ്ങി. പൊടുന്നനെ ഈ മനുഷ്യൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഹൂ ഈസ് ദിസ് യൂൾ ബ്രൈനർ? ഇന്ന് രാത്രി യൂൾ ബ്രിനർ എന്ന് പറയുന്ന ഒരു മനുഷ്യനകത്ത് വന്നിരിക്കും. ഞാൻ ഞെട്ടിപ്പോയി. 40,000-ലധികം ജനങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ എൻ്റെ പേരിൽ ഒരു മനുഷ്യൻ അറിഞ്ഞിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ത്യക്കകത്തുള്ള ഏതോ ഒരു മനുഷ്യന്റെ പേരാണ് എൻ്റെ അപ്പൻ എനിക്ക് ഇട്ടിരുന്നുവെങ്കിൽ ഞാൻ പറയുമായിരുന്നു, ഈ മനുഷ്യൻ വേറെ ആരുടെ പേരാ വിളിച്ചേ. പക്ഷേ ഇന്ത്യക്കകത്ത് ഒരൊറ്റ മനുഷ്യനും എൻ്റെ പേര് കാണാൻ തക്കവണ്ണം കഴിയത്തില്ല. എൻ്റെ അപ്പൻ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഈ പേര് എനിക്ക് കിട്ടപ്പോൾ അവൻ്റെ ജീവിതത്തിൽ വ്യത്യസ്തത ഉളവാക്കുവാൻ തക്കവണ്ണം ഇടയായി. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ മനുഷ്യൻ വീണ്ടും വിളിച്ചു പറഞ്ഞു, രാത്രി യൂൾ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇവിടെ വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരുമിച്ച് ഹല്ലേലൂയ. ഞാൻ വിളിച്ചു പറയട്ടെ, സ്വർഗത്തിലെ ദൈവം കാലാകാലങ്ങൾക്ക് മുൻപേ നമ്മെ കാണുന്ന ദൈവമാ. നാം രക്ഷിക്കപ്പെടുമ്പോഴല്ല സ്വർഗത്തിലെ ദൈവം നമ്മെക്കുറിച്ച് പദ്ധതി ഇടുന്നത്. നാം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇറങ്ങി പുറപ്പെടുമ്പോഴല്ല സ്വർഗത്തിലെ ദൈവം തന്നെ മക്കളാക്കി നമ്മെ മാറ്റുന്നത്. ഈ ഭൂമി ഉരുവാകുന്നതിന് മുൻപ്, സകല സൃഷ്ടിക്ക് മുൻപ്, ലോക സ്ഥാപനത്തിന് മുൻപ് സ്വർഗത്തിലെ ദൈവം നമ്മെ കണ്ടിരിക്കുകയാണ്. എനിക്കറിയാമെന്ന് രാത്രികാലം ഇതിനകത്തിരിക്കുന്ന ഓരോ വ്യക്തികളെയും സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിക്ക് അടിസ്ഥാനം മുഴുവത്തിന് മുൻപേ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ വിളിച്ചു പറയുന്ന രാത്രികാലം എന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി ദൈവത്തിനുണ്ട്. അവന്റെ പദ്ധതിയെ തകർക്കുവാൻ ഒരു പിശാചിന് സാധ്യമല്ല.
ഒരിക്കൽ പോലും ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുവാൻ എനിക്ക് കഴിയുമെന്ന് ഞാൻ വിചാരിച്ചവനല്ല. പക്ഷെ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുവാൻ ഇന്ന് രാത്രിയിൽ ഈ സ്റ്റേജിൽ സ്വർഗത്തിലെ ദൈവം എന്നെ നിർത്തിയെങ്കിൽ നിന്നെക്കുറിച്ചുള്ള പദ്ധതികളെ തച്ചുടയ്ക്കുവാൻ തക്കവണ്ണം പോരാടി നിൽക്കുന്ന സകല പൈശാചിക ശക്തികളെ പരിപൂർണമായി തച്ചുടച്ചിട്ട് ദൈവത്തിന്റെ പദ്ധതി രാത്രി കാലം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ എന്നെ നസ്രായൻ ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ആ കരങ്ങളെ തൊട്ടി ശക്തിയോടെ കരങ്ങളെ തൊട്ടി ഞാൻ അറിയുന്ന പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയാണ്. അവന്റെ സാന്നിധ്യം വെളിപ്പെട്ട് വരികയാണ്. അന്ധകാര ശക്തികൾ എഴിഞ്ഞു പോകുന്നു. സകല വാഴ്ചകൾ തകരുന്നു. ഈ ദേശത്തിലെ വ്യക്തികളുടെ മേൽ വ്യാപരിക്കുന്ന സകല വാഴ്ചകൾ തകരുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അന്ന് ഞാൻ എൻ്റെ യേശുവിനെ കണ്ടുമുട്ടി. എൻ്റെ യേശുവിന് വേണ്ടി ജീവിക്കുവാൻ ഞാൻ എൻ്റെ ഹൃദയം കൊടുത്തു. ഞാൻ അവന് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ആരംഭിച്ചു. എൻ്റെ പഠനത്തിൻ്റെ മതത്തിൻ്റെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തുടങ്ങി. ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുവാൻ ഞാൻ ആരംഭിച്ചു. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ MSc എല്ലാം കഴിഞ്ഞു. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കണമെന്നുള്ള എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം വല്ലാതെ വർദ്ധിക്കുവാൻ തക്കവണ്ണം തുടങ്ങി. ഞാൻ ചില നീണ്ട നാളുകൾ ദൈവത്തിൻ്റെ ഉപവാസത്തിനായി പ്രാർത്ഥനയ്ക്കായി മാറ്റിവെച്ചു. എൻ്റെ പ്രാർത്ഥനയുടെ മധ്യത്തിൽ സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല എന്ന് ഞാൻ കണ്ടപ്പോൾ ഞാൻ വല്ലാതെ ദുഃഖിതനായി. ദൈവത്തിന് എന്നെ വേണ്ടിയെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു ജോലി ചെയ്ത് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാമെന്ന് തീരുമാനത്തിലെത്തി. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ എല്ലാ ഹൃദയത്തിലെ ആഗ്രഹങ്ങളും തകർന്നു. എൻ്റെ ഹൃദയത്തിലെ എല്ലാ താല്പര്യങ്ങളും പരിപൂർണമായി അടഞ്ഞു. ഞാൻ നിരാശനായി പരിപൂർണമായി പതറിക്കഴിയുന്ന കാലഘട്ടം. അന്നൊരു ജോലിക്ക് വേണ്ടി ഞാൻ ഇറങ്ങി പുറപ്പെട്ടു. എൻ്റെ വഴിയാത്രയിൽ ഞാൻ യാത്ര ചെയ്തിരുന്ന ബസ്, അതിൽ വല്ലാതെ ജനം തിങ്ങിക്കൂടി. ആ ബസ് ഏതോ ഗട്ടറിൽ വീണ് ചരിഞ്ഞു എന്ന് കണ്ടപ്പോൾ ഞാൻ ആ ബസ്സിൽ നിന്ന് പരിപൂർണ്ണം താഴെ ഇറങ്ങി. അടുത്ത ബസ്സിലേക്ക് കയറുവാൻ തക്കവണ്ണം തീരുമാനിച്ചപ്പോൾ ഞാൻ യാത്ര ചെയ്തിരുന്ന ബസ് പെട്ടെന്ന് യാത്ര തുടങ്ങി. ഞാൻ ഓടി ആ ബസ്സിലേക്ക് ചാടിക്കയറി എൻ്റെ കാൽ സ്ലിപ്പ് ചെയ്തു. സ്ലിപ്പ് ചെയ്ത കാലിലൂടെ ബസ് കയറി ഇറങ്ങിപ്പോയി. എൻ്റെ പാദം പരിപൂർണമായി തകർന്നു. എൻ്റെ എല്ലുകൾ എല്ലാം ഒടിഞ്ഞു വീഴ്ത്തപ്പെട്ടു. എൻ്റെ വലത്തെ പാദം ഒരിക്കലും പ്രവർത്തിക്കത്തില്ല എന്ന നിലവാരത്തിലേക്കെത്തി. എന്നെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർ പ്രകാരം പറഞ്ഞു, ഇവൻ്റെ കാലിന്ന് രാത്രി കാലം മുറിച്ചു മാറ്റണം. പക്ഷേ എൻ്റെ അപ്പൻ്റെ അണിയൻ അവനകത്തുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, എൻ്റെ സഹോദരൻ്റെ മകന് ചില ദിവസങ്ങൾ കൂടെ അവന് നൽകി കൊടുക്കണം. അന്ന് എൻ്റെ കാലം മുറിച്ചില്ലെങ്കിലും ചില ദിവസങ്ങൾ കഴിഞ്ഞ് കാലം മുറിക്കുവാൻ തക്കവണ്ണം തീരുമാനമെടുത്തു. പക്ഷെ സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇറങ്ങി വന്നു. എൻ്റെ 63 ദിവസ കാലഘട്ടം ഞാൻ മെഡിക്കൽ കോളേജിനകത്ത് കിടന്നു. തകർന്ന കാലുമായിട്ട് ഡോക്ടറിനെ തിരിച്ചു വിട്ടു. എന്നോട് പറഞ്ഞു, 7 മാസം കഴിഞ്ഞ് മടങ്ങി വരണം. നിൻ്റെ പാദത്തിൽ ഞങ്ങൾ ബോൺ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തും. നിൻ്റെ പാദത്തിൽ ബോൺ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയതിന് ശേഷം നിനക്ക് നടക്കുവാൻ തക്കവണ്ണം ഇടയാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ കാലഘട്ടത്തിൽ ഞാനൊരു വചനം വായിച്ചുകൊണ്ടിരുന്നു. ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 22-23 വാക്യങ്ങൾ എൻ്റെ കൺമുമ്പിലൂടെ കടന്നുപോയി. ആ വാക്യങ്ങൾ ഇങ്ങനെയായി രേഖപ്പെടുത്തിയിരുന്നു: നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ സംശയിക്കാതെ നിങ്ങൾ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ മലയെ നോക്കി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. എനിക്ക് അനങ്ങുവാൻ തക്കവണ്ണം കഴിയുന്നില്ല. എൻ്റെ 2 കാലുകളും പരിപൂർണമായി ചലിപ്പിക്കുവാൻ തക്കവണ്ണം കഴിയാത്ത മണ്ഡലത്തിനാലായിരിക്കുന്നു. എൻ്റെ വലത്തെ പാദത്തിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്യുവാൻ തക്കവണ്ണം ഇടത്തെ കാലിൽ നിന്നും പരിപൂർണമായി അതേ തൊലിവെട്ട് മാറ്റപ്പെട്ടതിലൂടെ എനിക്ക് ചലിക്കുവാൻ തക്കവണ്ണം കഴിയുന്നില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ വിശ്വസിച്ചു, വചനം പറയുന്നു, നിന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ നീ സംസാരിക്കുന്നു പറയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ മലയെ നോക്കി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ നീ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകത്തിൽ ഞാൻ മനസ്സിലാക്കിയത്, യേശു കാൽവരിയിൽ മനുഷ്യന് വേണ്ടി സകലതും നിവർത്തിച്ചു കഴിഞ്ഞു. ഇനി നിവർത്തിക്കുവാൻ മറ്റൊരു കാര്യമില്ല. അവൻ കാൽവരിയിൽ സകലതും നിവർത്തിച്ചുവെങ്കിൽ അവൻ നിവർത്തിച്ച കാര്യം ഞാൻ വിശ്വസിച്ചേ മതിയാകത്തുള്ളൂ. എന്റെ യേശു ഞാൻ സമ്പൂർണ്ണനായി തീരുവാനാണ് എനിക്ക് വേണ്ടി കാൽവരിയിൽ തകർന്നുവെങ്കിൽ ഒരു തകരപ്പെട്ട കാലുമായി ജീവിതം പരിപൂർണമായി മുന്നോട്ട് നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല ഞാൻ മനസ്സിലാക്കി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ തകരപ്പെട്ടവനായി കഴിയണമെന്ന് ദൈവത്തിന്റെ പദ്ധതിയിൽ മനസ്സിലാക്കിയപ്പോൾ തകരപ്പെട്ട എന്റെ പാദത്തിന്റെ കൺമുമ്പിലേക്ക് എടുത്തു വെച്ചു. ഓരോ ദിവസവും തകരപ്പെട്ട പാദത്തിലേക്ക് ഞാൻ പറഞ്ഞു, എല്ലുകളില്ലാത്ത ഭാഗത്തേക്ക് എല്ലുകളെ ഉണ്ടായി വരിക. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അവൻ നൽകി തന്ന വസ്തുവിനകത്ത് ഒരുത്തല് പരിപൂർണമായി കടന്നു കയറണമെങ്കിൽ
അവന്റെ അപ്പന്റെ വസ്തുവിനകത്ത് കുടികിടപ്പ് അവകാശം വെച്ചു കിടക്കുന്ന കുടികിടപ്പുകാരൻ അവൻ ആട്ടിപ്പുറത്താക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാത്രികാലം വിളിച്ചു പറയുകയാണ്, യേശുവിന്റെ നാമത്തില് നിന്റെ ഹൃദയം പരിപൂർണമായി വിശ്വാസം അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ പ്രാപിക്കേണ്ട അവകാശത്തെ പരിപൂർണമായി തടച്ചു നിർത്തിയിരിക്കുന്ന അന്ധകാര ശക്തിയെ പരിപൂർണമായി ചവിട്ടി പുറത്താക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രികാലം ഇതിനകത്തിരിക്കുന്ന മക്കൾക്കൊരു അധികാരം നൽകി തന്നിട്ടുണ്ട്. Praise the Lord. Hallelujah. ഞാൻ അധികാരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ആ അഭിഷേകത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെയും നിന്റെയും ജീവിതത്തിനകത്ത് ദൈവത്തിന് നന്മ പ്രാപിച്ചെടുക്കുവാൻ കഴിയാതെ പരിപൂർണമായി പ്രശ്നങ്ങളെ സൃഷ്ടിച്ച പൈശാചിക ശക്തിയെ അടിച്ചു പുറത്താക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ നാമത്തിൽ ആശ്രയം വെക്കുമ്പോഴാണ് വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടുന്നത്. യേശു ഇപ്രകാരമാ പറഞ്ഞ് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ആമേൻ. അർത്ഥം ഇതിനകത്ത് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് അത്ഭുതങ്ങളെ ചെയ്യിപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. Praise the Lord. ഞാൻ വിശ്വസിക്കുന്നവർ ഇവിടെയുണ്ടോ? അത്ഭുതങ്ങളെ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധ്യം. പ്രതികൂലത്തിന്റെ മധ്യത്തിൽ മറ്റൊരുവനെ തേടിപ്പോകുവാനല്ല ദൈവം നിങ്ങളെ വിളിച്ച് പറയുന്നത്. പ്രതികൂലത്തിന്റെ മധ്യത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ ചാടി ഇറങ്ങുക. നാഥന് രാത്രികാലം ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ വിളിച്ചു പറയുന്നു, പ്രാപിക്കുവാൻ തക്കവണ്ണം ആരെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ അവരിന്ന് രാത്രികാലം ചിലത് പ്രാപിക്കുവാൻ തക്കവണ്ണം തയ്യാറാകണം. Praise the Lord. Hallelujah. Hallelujah. എനിക്കറിയാം അവന്റെ കരം ഇവിടെ വന്നിട്ടുണ്ട്. അന്ധകാര ശക്തികൾ ഇന്ന് രാത്രികാലം തകരുകയാണ്. പൈശാചിക ശക്തികൾ തകരുകയാണ്. ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെട്ട് വന്നാൽ ഒരു പിശാചിന് നിൽക്കുവാൻ തക്കവണ്ണം കഴിയത്തില്ല. ഞാൻ ഇന്ന് രാത്രികാലം വെല്ലുവിളിക്കുന്ന പിശാചുണ്ടെങ്കിൽ വരട്ടെ, അന്ധകാരമുണ്ടെങ്കിൽ വരട്ടെ, അവനെ തകർക്കുവാൻ കഴിവുള്ളവൻ നസ്രായൻ ഇന്ന് രാത്രികാലം ഇതിനകത്ത് ഇറങ്ങി വന്നിരിക്കുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക. അനുഗ്രഹത്തെ പ്രാപിച്ചെടുക്കുവാൻ കഴിവുള്ളവരുടെ ഉണ്ടെങ്കിൽ, അഭിഷേകം പ്രാപിക്കുവാൻ കഴിവുള്ളവരുണ്ടെങ്കിൽ പ്രാപിക്കുവാൻ തയ്യാറാകുക. പകർച്ച പകരുവാൻ സ്വർഗത്തിലെ ദൈവം വന്നിരിക്കുന്നു. ഞാൻ വിളിച്ചു പറയുന്നു, വന്നിരിക്കുന്നു. വചനം പറഞ്ഞ് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവനെ കൊണ്ട് തന്നെ ദൈവം അത്ഭുതം ചെയ്യിപ്പിക്കുമെന്ന. ആമേൻ. എന്റെ കാല് പരിപൂർണമായി തകരപ്പെട്ടപ്പോൾ ഞാൻ മറ്റൊരു ദൈവദാസനെ തേടിപ്പോയത് എന്റെ സ്വർഗത്തിലെ ദൈവത്തെ ഞാൻ തേടിപ്പോയി. കാരണം അവന്റെ വചനം പറയുന്നു, you can't do the same miracles which Jesus Christ had done. Oh! ഞാൻ വിളിച്ചു പറയുന്നു, നിനക്ക് പ്രാപിക്കുവാൻ കഴിയുമെങ്കിൽ രാത്രികാലം പ്രാപിക്കുക. അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിവുള്ളവന്റെ ശക്തി നമ്മൾ വെളിപ്പെട്ട് വരികയാണ്. വീര്യപ്രവർത്തികളുടെ ആത്മാവ് നിനക്കത്ത് വെളിപ്പെട്ട് വരുന്നു. സകല കുരുട്ട് കണ്ണുകൾ രാത്രികാലം തുറക്കപ്പെടുന്നു. ആ സാക്ഷ്യങ്ങൾ ഉരുവാകുവാൻ ആരംഭിക്കുന്നു. പ്രാപിക്കുവാൻ കഴിവുള്ളവരുണ്ടെങ്കിൽ പ്രാപിക്കുവാൻ തുടങ്ങുക, പ്രാപിക്കുവാൻ ആരംഭിക്കുക. രാത്രികാലം അത് പകരപ്പെടുകയാണ്. അഭിഷേകത്തിന് തീനാവുകൾ വെളിപ്പെട്ട് വരുന്നു. സ്വർഗീയ മണ്ഡലങ്ങൾ തുറക്കപ്പെട്ട് കഴിഞ്ഞു. സ്വർഗം തുറക്കപ്പെടുകയാണ്. ആമേൻ. ആമേൻ. ഒരുമിച്ച് ആമേൻ. ശക്തിയോടെ ആമേൻ. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ട് കഴിഞ്ഞു. ഇന്ന് വീര്യപ്രവർത്തികളുടെ വരം ഇവിടെ ഇറങ്ങി വരികയാണ്. ഇന്ന് രാത്രികാലം രോഗശാന്തികളുടെ വരം വെളിപ്പെട്ട് വരികയാണ്. വിടുതലിൽ ശുശ്രൂഷ നിവർത്തിക്കുവാൻ വ്യക്തികളെ സഹായിക്കുന്ന ദൈവിക വരം ഇന്ന് രാത്രികാലം വെളിപ്പെട്ട് വരുന്നു. പ്രാപിക്കുവാൻ കഴിവുള്ളവരുണ്ടെങ്കിൽ പ്രാപിച്ചെടുക്കുവാൻ തയ്യാറായിരിക്കോ. നല്ലവൻ എനിക്കേശു നല്ലവൻ, എനിക്കേശു നല്ലവൻ, നീ എനിക്കേശു
കരങ്ങൾ ഉയർത്തി. ഇന്നു ഞാൻ സ്വതന്ത്രനായി പാടുക. ഇന്നു ഞാൻ സ്വതന്ത്രനായി. ഇന്നു ഞാൻ സ്വതന്ത്രനായി. നീ എനിക്ക് എത്ര നല്ലവൻ. ഓ, ഇന്നു ഞാൻ സ്വതന്ത്രനായി. ഇന്നു ഞാൻ സ്വതന്ത്രനായി. ഇന്നു ഞാൻ സ്വതന്ത്രനായി. നീ എനിക്ക് എത്ര നല്ലവൻ. അങ്ങേ സ്നേഹിക്കുന്നു. അങ്ങേ സ്നേഹിക്കുന്നു ഞാൻ. അങ്ങേ സ്നേഹിക്കുന്നു ഞാൻ. നീ എനിക്ക് എത്ര നല്ലവൻ. ഒരുമിച്ച് പാടുകേ. അങ്ങേ അങ്ങേ സ്നേഹിക്കുന്നു. അങ്ങേ സ്നേഹിക്കുന്നു ഞാൻ. നീക്ക് എത്ര നല്ലവൻ. ഇന്നു ഞാൻ സ്വതന്ത്ര. ഇന്നു ഞാൻ സ്വതന്ത്ര. ഇന്നു ഞാൻ സ്വതന്ത്രനായി. നീ എനിക്ക് എത്ര. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുടെ മേൽ ചിലത് പകരുവാൻ ഇന്ന് രാത്രി യേശു ഇതിനകത്തിറങ്ങി വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ ശക്തി പകരുവാനും യേശു ഇതിനകത്ത് വന്നിട്ടുണ്ട്. കാരണം യേശു പറഞ്ഞത് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നാൽ നീ ശക്തിയെ പ്രാപിക്കുമെന്ന അർത്ഥം. ശക്തി ശുശ്രൂഷകൾ നിന്റെ മേൽ വരും. Praise the Lord. ഇല്ല നേരെ പിശാച് പറഞ്ഞില്ല, ഞാൻ സമ്മതിക്കത്തില്ല. കാരണം യേശുവാ പറഞ്ഞേ. Praise the Lord. എന്താ ശക്തി ശുശ്രൂഷകൾ? ഒന്ന്, രോഗശാന്തികളുടെ വരം. അതൊരു ശക്തി ശുശ്രൂഷയാണ്. എനിക്കറിയാം ഇന്ന് രാത്രി ഇവിടെ രോഗികൾ സൗഖ്യമാക്കുന്നുണ്ട്. സകല ഹൃദയ തകർച്ചകൾ ഇന്ന് രാത്രികാലം പരിപൂർണമായി മാറുന്നുണ്ട്. സൗഖ്യമാക്കുവാൻ എൻ്റെ ദൈവം ഇതിനകത്ത് വന്നിട്ടുണ്ട്. അനാവശ്യ മുഴകളെല്ലാം ഇന്ന് രാത്രികാലം അപ്രത്യക്ഷമാകുവാൻ തുടങ്ങുകയാണ്. സകല ചികിടാത്മാവ് പരിപൂർണമായി മാറുകയാണ്. സകല കണ്ണുകളിലും ഇന്ന് രാത്രികാലം ദൈവത്തിന് ശക്തി പകരപ്പെടുന്നു. വിശ്വസിക്കുവാൻ കഴിയുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ പ്രാപിക്കുവാൻ നിങ്ങൾക്ക് സാധ്യം. ഒരു രോഗശാന്തി പ്രാപിക്കുവാൻ മനസ്സുള്ള പ്രാപിച്ചെടുക്കുക. ഇപ്പോൾ പ്രാപിക്കുവാൻ കഴിയുമെന്ന് ഞാൻ പറയുന്നത്. ആമേൻ. Praise the Lord. Hallelujah. ശക്തിയോടെ ശക്തിയോടെ ഒന്ന് രോഗശാന്തികളുടെ ശുശ്രൂഷ ഒരു ശക്തി ശുശ്രൂഷയാണ്. വിശ്വസിക്കുന്നുവെങ്കിൽ നിന്റെ മേലെ ഇറങ്ങി വരും. ആമേൻ. ആമേൻ. വിശ്വസിച്ചാൽ നിന്റെ മേലെ വെളിപ്പെട്ട് വരുമെന്ന് ഞാൻ പറഞ്ഞേ. ഇന്ന് രാത്രികാലം നിനക്ക് വിശ്വസിക്കുവാൻ കഴിയുമെങ്കിൽ രോഗശാന്തി മാത്രമല്ല, രോഗശാന്തികളുടെ ശുശ്രൂഷയും നിനക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയും. കാരണം ദൈവം അത് പകരുവാൻ രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തിരിക്കുന്ന വ്യക്തികളുടെ മേൽ നാഥനത് പകരുകയാണ്. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രികാലം ദൂതന്മാർ ഇറങ്ങി വന്നിരിക്കുന്നു. പ്രാപിക്കുവാൻ കഴിവുള്ളവർ പ്രാപിക്കുക. പ്രാപിക്കുവാൻ കഴിവുള്ളവർ പ്രാപിക്കുക. Receive. 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 Rababahuda barasiyantana. Oh. Shandoria. Amen. Praise the Lord. Hallelujah. ശക്തിയോടെ hallelujah. ശക്തിയോടെ hallelujah. ഒന്ന്, നീ രോഗശാന്തികളുടെ ശുശ്രൂഷ ചെയ്യും. രണ്ട്, നീ വീര്യപ്രവർത്തികൾ ചെയ്യും. കാരണം അത് ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകി കൊടുക്കുന്ന കാര്യമാണ്.
വചനം പറയും, these signs shall follow them. അവരെ ഈ അത്ഭുതങ്ങൾ പിന്തുടരും. ആമേൻ. ഇതിനകത്ത് വിശ്വസിക്കുന്ന മക്കളുണ്ടെങ്കിൽ അവരെ പിന്തുടരുവാൻ ഇതാ ദൈവത്തിന്റെ വീര്യപ്രവർത്തികളുടെ വരം വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരുമിച്ച് ഹല്ലേലൂയ. ഞാൻ വിശ്വസിച്ചത് എന്റെ മേൽ അത് ഉണ്ടെന്ന. ഞാൻ അതിനെ കാത്തിരിക്കുവാനൊന്നും തുടങ്ങിയില്ല. ഞാൻ വെറുതെ വിശ്വസിക്കുക ചെയ്ത് എന്റെ മേൽ അത് ഉണ്ടെന്നാ പറഞ്ഞ്. അതില്ലെന്ന് സമ്മതിക്കുവാൻ ഞാൻ തയ്യാറായില്ല. ഒരിക്കലും നടക്കത്തില്ലെന്ന് പിശാച് പറയുമ്പോൾ ഞാൻ തിരിച്ച് പിശാചോട് പറഞ്ഞു, ഇല്ല പിശാച്, ഞാൻ നടക്കുമെന്നൊക്കെ വെള്ളം ആരംഭിക്കുകയാണ്. കാരണം എന്റെ ദൈവം എന്റെ മേൽ അത് പകർന്നിരിക്കുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു രാത്രി യേശുവിന്റെ അരികിലേക്ക് ഇറങ്ങി വന്നു. ആഗസ്റ്റ് മാസം 8-ാം തീയതി അർദ്ധരാത്രിയിൽ യേശുവിന്റെ മുറിയിലേക്ക് ഇറങ്ങി വന്നു. യേശു ഇറങ്ങി വരുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു, ഞാൻ നിന്റെ മുറിയിൽ ഇന്ന ദിവസം ഇറങ്ങി വരും. അന്ന് രാവിലെ ഞാൻ കാത്തിരുന്നു എന്റെ കർത്താവിന്റെ വരവിനായി. ഞാൻ വിചാരിച്ചത് അന്ന് രാത്രി 12 മണിക്കുള്ളിൽ യേശു വരുമെന്ന. 9 മണിയെ, 10 മണിയെ, 11 മണിയെ, 12 മണിയെ യേശുവിനരികിൽ വന്നില്ല. 12 കഴിഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ നിരാശനായി. എൻ്റെ ബന്ധുക്കളെല്ലാം, എൻ്റെ ചേച്ചി, എൻ്റെ അമ്മ എല്ലാവരും പറഞ്ഞു, ഓ നിന്റെ വിശ്വാസം വെറുതെ, നീ എന്തൊക്കെ വിളിച്ചു പറയുകയായിരുന്നു, യേശു നിന്നെ ഇറങ്ങി വന്ന് സൗഖ്യമാക്കുന്നു. ഇവിടെ നടന്നില്ലല്ലോ. പക്ഷേ അന്ന് രാത്രി ഞാൻ പ്രതീക്ഷിച്ച സമയത്ത് എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ വന്നില്ലെന്ന് കണ്ടുകൊണ്ട് എൻ്റെ ഹൃദയം തകർന്നില്ല. കാരണം എനിക്കറിയാം എൻ്റെ സമയത്തല്ല എൻ്റെ ദൈവം പ്രവർത്തിക്കുന്നേ. ദൈവത്തിൻ്റെ സമയത്ത് ദൈവം പ്രവർത്തിച്ചിരിക്കും. അവൻ്റെ പ്രവൃത്തിയെ തടുക്കുവാൻ ആർക്കും കഴിയത്തില്ല. ഈ ഭൂമി മുഴുവനും ദൈവത്തിൻ്റെ പ്രവൃത്തിയെ തകർക്കുവാൻ എഴുന്നേറ്റ് വന്നാലും ആ പ്രവൃത്തിയെ തകർക്കുവാൻ ആർക്കും സാധ്യമല്ല. കാരണം എൻ്റെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പദ്ധതികളെല്ലാം പൂർണ്ണമാണ്, അത് പെർഫെക്റ്റ് ആണ്. അതിനെ ഒടുക്കിക്കളയുവാൻ പിശാചിന് പറ്റത്തില്ല. അന്ന് 12 മണിക്ക് യേശു വന്നില്ലെന്ന് കണ്ടുകൊണ്ട് ഞാൻ നിരാശയിലായില്ല. 1 മണിയായിട്ട് യേശു വന്നില്ല. 2 മണിയായപ്പോൾ മുഖം മുറി മുഴുവനും പെട്ടെന്നൊരു പ്രത്യേക ചൂട് കൊണ്ട് നിറഞ്ഞു. ഞാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മുറിക്കകത്താരോ ഇറങ്ങി വന്നു. അവൻ ഇറങ്ങി വന്നു. ആ സാന്നിധ്യം കൊണ്ട് എൻ്റെ മുറി മുഴുവനും നിറഞ്ഞു. ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് എൻ്റെ മുറി മുഴുവനും നിറഞ്ഞു. ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ മേൽ വെളിപ്പെട്ട് വരുവാൻ തുടങ്ങി. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അരികിലേക്ക് അവൻ ഇറങ്ങി വരുവാനിടയായി. തകർന്ന് തൂങ്ങിക്കിടക്കുന്ന എൻ്റെ പാദം, ഞാൻ നടക്കത്തില്ലെന്ന ഡോക്ടർമാർ രേഖപ്പെടുത്തിയത്, എൻ്റെ എല്ലുകളെല്ലാം മുറിച്ചു മാറ്റിയിരിക്കുന്നു. ആർക്കും വിശ്വസിക്കുവാൻ കഴിയത്തില്ല. പക്ഷെ അന്ന് രാത്രിയിൽ ഒടിഞ്ഞ് തൂങ്ങിക്കിടക്കുന്ന എൻ്റെ പാദമുള്ള എൻ്റെ അരികിലേക്ക് യേശു വന്നു. അവനെ തൊട്ടു. 1 സെക്കൻഡ് കൊണ്ട് ഒടിഞ്ഞ പാദം നിവർന്നു വന്നു. ഒരിക്കലും നടക്കത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ ചാടി എഴുന്നേറ്റു. ഞാൻ നടക്കുവാൻ തക്കവണ്ണം ആരംഭിച്ചു. ഞാൻ പറയുന്ന വിശ്വസിക്കുവാൻ നിനക്കത്ത് വ്യക്തികളുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിനക്ക് അത്ഭുതങ്ങളെ പ്രാപിക്കാം. You can receive that. You can receive. Amen. Amen. വിശ്വസിക്കാൻ മനസ്സുള്ള നിനക്ക് പ്രാപിക്കാം. എന്നെ നാഥൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അത്ഭുതം ചെയ്യുവാൻ അവൻ വന്നിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ വന്നിട്ടുണ്ട്. തളർന്ന കാലുകളുള്ള വ്യക്തിയുണ്ടെങ്കിൽ എഴുന്നേറ്റ് നടക്കട്ടെ. ആമേൻ. ഞാൻ പറയുന്ന സൗഖ്യമാകുവാൻ മനസ്സുള്ള ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഇപ്പോൾ സൗഖ്യമാകുവാൻ നിനക്ക് കഴിയും. തകർച്ചകൾ അടിഞ്ഞു പോകുന്നുണ്ട്. ഇവിടെ ബന്ധനങ്ങളെല്ലാം അടിഞ്ഞു പോകുന്നുണ്ട്. നിന്നെ ഇന്ന് രാത്രികാലം കർത്താവ് സ്പർശിക്കുകയാണ്. നാഥന്റെ കരം ഇന്ന് രാത്രികാലം ഇറങ്ങി വരികയാണ്. ഒരുമിച്ച് ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരുവൻ നമ്മൻ ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അവൻ രോഗശാന്തികളെ ചെയ്യും, അവൻ വീര്യപ്രവർത്തികളെ ചെയ്യും. മാത്രമല്ല, മൂന്നാമത്തെ കാര്യം, അവൻ അമാനുഷികമായ പ്രവർത്തനം നടത്തും. പ്രൈസ് ദി ലോർഡ്. അമാനുഷികമായത് സാധാരണമല്ല, അമാനുഷികം. പ്രൈസ് ദി ലോർഡ്. എക്സ്ട്രാ ഓർഡിനറി. വിശ്വസിക്കുന്നവരുടെ മേൽ സാധാരണ അഭിഷേകം പകരുമെന്നല്ല നാഥൻ പറയുന്നത്. വിശ്വസിക്കുന്നവരുടെ മേൽ ഒരു എക്സ്ട്രാ ഓർഡിനറി പകരും. എക്സ്ട്രാ ഓർഡിനറി. ഓർഡിനറി അല്ല, എക്സ്ട്രാ ഓർഡിനറി. വചനം രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. The man apostle, the power of the Holy Ghost was upon Paul. Therefore God had done unusual miracles through Paul. Therefore even kerchiefs and aprons were taken from him to the sick ones, and they were healed, and the demons were fled from them. Hey! Praise the Lord. ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ വന്നിട്ടുണ്ടെങ്കിൽ
നിന്റെ കയ്യിലെ കർച്ചീഫ് മതി അത്ഭുതം ചെയ്തിരിക്കും. Unusual. That is not an unusual miracle, but unusual miracle. Praise the Lord. Hallelujah. അത് നിന്റെ മേൽ പകരപ്പെടണമെങ്കിൽ ഒരൊറ്റ കാര്യം വിശ്വസിക്കുവാൻ നിനക്ക് കഴിയണം. Amen. Praise the Lord. എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി വസ്തു നൽകി തന്നിരിക്കുന്നു എന്നുള്ള എൻ്റെ അപ്പനെ രേഖാചിത്രം ഞാൻ വിശ്വസിക്കണം. ആ പ്രമാണം വിശ്വസിക്കണം. എൻ്റെ സ്വർഗത്തിലെ ദൈവം എനിക്ക് നൽകി തന്നിരിക്കുന്ന രേഖാ പ്രമാണം എൻ്റെ ദൈവത്തിന്റെ വചനമാണ്. ആ വചനത്തിന് എൻ്റെ കർത്താവ് പിശാചിനെ പരിപൂർണമായി തകർത്തു. അവനെ പരസ്യ ഘോരമാക്കി, അവനെ പരസ്യ കാഴ്ചയാക്കി, സകല ആയുധവർഗവും വെപ്പിച്ച് അവനെ കാലിൽ കീഴ്പ്പെടുത്തി എന്ന വചനം പറയുന്നത്. ഒരു ശക്തിയേറിയ ഉണർവിന്റെ കരം ഈ ദേശത്തിന്റെ മേൽ വെളിപ്പെടുത്തി എന്റെ ജനത്തെ എനിക്ക് വേണ്ടി വേർതിരിക്കുവാൻ ഞാൻ ഇറങ്ങി വരുവാൻ പോകുന്ന നാളുകൾ ഏറ്റവും ആസന്നമായി വെളിപ്പെടുകയാണ്. ആ മനുഷ്യൻ വീണ്ടും അത് പറയുന്നുണ്ട്. ഓ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരുമിച്ച് ഹല്ലേലൂയ. ഒന്ന് വിശ്വസിക്കുന്നവരുടെ മേൽ എന്നെ നാഥൻ അവന്റെ ശക്തിയെ പകരും. ആമേൻ. കാരണം എന്റെ ദൈവത്തിന്റെ വചനം വിശ്വസിച്ചാൽ, എന്റെ ദൈവത്തിന്റെ പ്രമാണം വിശ്വസിച്ചാൽ പിശാച് കുടികിടപ്പ് അവകാശം വെച്ച് കിടക്കുന്ന ദൈവം എനിക്ക് തന്നാതിരിക്കുന്ന അവകാശത്തിൽ മേൽ ചാടി വീഴുവാൻ എനിക്ക് കഴിയത്തുള്ളൂ. ഒറ്റയ്ക്ക് പോയാൽ പറ്റത്തില്ല. അമൽ കോടതിയിൽ ചെന്ന് കോടതിയിൽ എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആ കോടതിയിൽ റിപ്പോർട്ട് മേടിച്ച് എന്റെ അഡ്വക്കേറ്റുമായി ഒരുമിച്ച് ചേർന്ന് കുടികിടപ്പ് അവകാശക്കാരൻ ഇറക്കി വിടുവാൻ ഞാൻ വരണം. എന്റെ അഡ്വക്കേറ്റ് അതാ പരിശുദ്ധാത്മാവ. അവൻ എന്റെ മേൽ വരുമ്പോൾ ശക്തിയാ എന്റെ മേൽ വരുന്നത്. ഒരു സാധാരണ ശക്തിയല്ല വരുന്നത്. പിശാചിന് കുടികിടപ്പ് അവകാശം വെച്ച് കിടക്കുന്ന പിശാചിന് പരിപൂർണമായി ചവിട്ടി പുറത്താക്കുവാൻ തക്കതായ നിലവാരത്തില് ശക്തിയോടുകൂടി അവൻ വരുന്നത്. അവൻ വന്നാൽ നീ രോഗശാന്തി പ്രാപിക്കും. എന്നെ നാഥൻ വന്നാൽ നിങ്ങൾ രോഗശാന്തികളുടെ വരം പ്രാപിക്കും. എന്നെ നാഥൻ വന്നാൽ നിങ്ങൾ വീര്യപ്രവൃത്തികളുടെ വരം പ്രാപിക്കും. വന്നാൽ നിങ്ങൾ അമാനുഷികമായി പ്രവചിക്കും. ഇത് സാധാരണ പ്രവചനമല്ല, അസാധാരണമായ പ്രവചനം. ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും വചനത്തിന്റെ വെളിപ്പെടൽ അവമായി ചേർന്നൊരു ഭാവി അത് വെളിപ്പെട്ട് വരുമ്പോൾ അസാധാരണം. ധൈര്യം ഉണ്ടെങ്കിൽ ആരെങ്കിലും വാ, ഒരു അസാധാരണ പ്രവചനം കേൾക്കാം. വാ, ധൈര്യം ഉണ്ടെങ്കിൽ ആരെങ്കിലും മുമ്പോട്ട് വരാനാ പറഞ്ഞു. ഒരു അസാധാരണ പ്രവചനം കേൾക്കാം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അസാധാരണ പ്രവചനം പറയണമെങ്കിൽ ഞാൻ ജ്ഞാനം പറയണം. ജ്ഞാനം പറഞ്ഞാൽ മതിയാകത്തില്ല, ഞാൻ പരിജ്ഞാനം പറയണം. പരിജ്ഞാനം പറഞ്ഞാൽ ശരിയാകത്തില്ല, ഞാൻ ഭാവി പറയണം. ജ്ഞാനത്തിന്റെ വചനവും പരിജ്ഞാനത്തിന്റെ വചനവും ഭാവിയും ഒരുമിച്ച് വെളിപ്പെട്ട് വരുമ്പോൾ അസാധാരണ പ്രവചനം നടത്തുവാൻ വ്യക്തിക്ക് കഴിയത്തുള്ളൂ. നിനക്ക് പ്രാപിക്കാമെന്ന് ഞാൻ പറഞ്ഞേ. പ്രാപിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ പ്രാപിക്കുക. God is here to fill his people with almighty power. I can believe that. The wisdom of God is here. Rabba Huria. Simba Maria. Amen. Amen. Praise the Lord. Praise the Lord. അത് വെളിപ്പെടുകയാണ്, അവിടെ വെളിപ്പെടുകയാണത്. Receive the power. The extraordinary, extraordinary, extraordinary. Oh, oh, അത് വെളിപ്പെട്ട് വരുന്നു, വെളിപ്പെട്ട് വരുന്നു. നിന്റെ മേലെ അത് പകരപ്പെടുന്നു. ജ്ഞാനത്തിന്റെ ശക്തി പകരപ്പെടുന്നു. The Lord is here. സ്വർഗീയ സിംഹാസനങ്ങൾ തുറക്കപ്പെട്ടിരിക്കുന്നു. എന്റെ നാഥൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവനെ ഞാൻ മറ്റൊരു രാജ്യത്ത് പാർപ്പിച്ച് എന്റെ ശക്തിയേറിയ ശുശ്രൂഷകൾ അവനെ കൊണ്ട് ചെയ്തെടുപ്പിക്കും. എന്ന് ഇവനത് പ്രാപിക്കുവാൻ കഴിയത്തില്ലെങ്കിൽ നാളെ ഞാനത് പകരുവാൻ ഇറങ്ങി വരും. അത് വെളിപ്പെടുകയാണ്. വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവം നിന്റെ ശക്തിയെ പകരും. ശക്തി വന്നു കഴിഞ്ഞാൽ നീ അത്ഭുതങ്ങളെ ചെയ്യും. നീ ഭൂതങ്ങളെ പുറത്താക്കും. നിന്റെ അവകാശം പിടിച്ചു കെട്ടിവെച്ചിരിക്കുന്ന പിശാചിനെ നീ അടിച്ചു പുറത്താക്കും. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഭൂതങ്ങളുടെ മേൽ നിനക്കൊരു അധികാരം വെളിപ്പെടുകയാണ്. ഓ ശിഖരമ സുറുഗുറിയ സിമേറിയാന്തറിയ
Hallelujah. ജനമെല്ലാം ഒരുമിച്ച് എഴുന്നേൽക്കട്ടെ, ഒരുമിച്ച് എഴുന്നേൽക്കട്ടെ, ഒരുമിച്ച് എഴുന്നേൽക്കട്ടെ, ഒരുമിച്ച് എഴുന്നേൽക്കട്ടെ. മുൻപിലേക്ക് വരുവാൻ തക്കവണ്ണം തയ്യാറായിരിക്കുന്നു. രാത്രികാലം എനിക്കത് പ്രാപിക്കണം. ഓ, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിന്റെ തകർച്ചകളെല്ലാം മാറുന്നു. അടുത്തു വന്ന് നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അറിയുന്ന നാഥൻ ഇന്ന് രാത്രികാലം നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ വെളിപ്പെട്ടു വരുന്നു. അവന്റെ കരം നിന്റെ മേൽ ഇറങ്ങി വരുന്നതിന് കാണുകയാണ്. എനിക്ക് എന്തുകൊണ്ടത് പ്രാപിക്കുവാൻ കഴിയുന്നില്ല നീ പറയുമ്പോൾ നിന്റെ മേൽ പകരുവാൻ നാഥൻ ഇറങ്ങി വരുന്നു. പ്രാപിച്ചു. അത് പ്രാപിക്കുവാൻ തക്കവണ്ണം തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന സകല അന്ധകാര ശക്തികളും ഇന്ന് രാത്രികാലം തകരുകയാണ്. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവിക ശക്തി വെളിപ്പെട്ടു തുടങ്ങുന്നു. സ്വർഗീയ മണ്ഡലങ്ങൾ തുറക്കപ്പെടുകയാണ്. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം വെളിപ്പെട്ടു വരുന്നു. ആ കരം ഉയർത്തിക്കേ, രണ്ട് കരം ഉയർത്തിക്കേ. ആ മുഴയെല്ലാം നീങ്ങുന്നു. സൗഖ്യത്തിന്റെ കരം തന്നെ സ്പർശിക്കുന്നു. ദൈവം നിന്നെ തൊടുന്നു. വിടുതൽ നിന്റെ മേൽ ഇറങ്ങി വരുന്നു. പ്രാപിക്കുവാൻ കഴിയുമെങ്കിൽ പ്രാപിക്കുവാൻ തുടങ്ങുകേ. നിന്റെ മേൽ ദൈവശക്തി ഇറങ്ങുകയാണ്. The power of healing. ആരോഗ്യശാന്തി നിന്റെ മേൽ ഇറങ്ങി വരുന്നു. കരങ്ങൾ ഉയർത്തുക, കരങ്ങൾ ഉയർത്തുക. അതഴിഞ്ഞു പോകട്ടെ. കരം ഉയർത്തുക, ഉയർത്തുക. Receive the power. ആ ശക്തി പ്രാപിക്കുക, ആരോഗ്യശാന്തിയെ പ്രാപിക്കുക, ആ വിടുതൽ പ്രാപിക്കുക. യേശുവിൻ നാമത്തിൽ ദൈവിക രോഗശാന്തി ഇറങ്ങി വരികയാണ്. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ കരം എന്റെ കണ്ണുകളിൽ പതിയുന്നു. Receive the power. ആ ശക്തി എന്റെ മേൽ ആവസിക്കുന്നു. പ്രാപിക്കൂ, പ്രാപിക്കൂ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എന്റെ മേൽ പകരണമേ എന്ന് പറഞ്ഞ്, എന്റെ മേൽ പകരണമേ പറഞ്ഞ്, യേശുവേ എന്റെ മേൽ പകരണമേ എന്ന് പറഞ്ഞ്, എന്റെ മേൽ പകരണമേ എന്ന് പറഞ്ഞത് വെളിപ്പെട്ട് വരുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ അവകാശങ്ങളെ, അനുഗ്രഹങ്ങളെ പിടിച്ചു വെച്ചിരിക്കും.